മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു അനുഭവം വിവരിക്കുന്നു. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസ്, കുൻതു മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഹർസിൻ ബിൽ മദീന, മദീനയിൽ ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഒരു കൃഷിയിടത്തിൽ നിൽക്കുകയാണ്. വഹുവ യത്തകിഉ അലാ അസീബിൻ, മുത്തനബിതങ്ങളാണെങ്കിലോ ഈത്തപ്പനയുടെ ഒരു മടലിൽ നബിതങ്ങൾ ചാരി നിൽക്കുകയും ചെയ്യുന്നു. ഫമർറ ബിനഫരിൻ മിനൽ യഹൂദ്, ജൂതന്മാരുടെ ഒരു സംഘം 8-10 ആളുകൾ ആ വഴിക്ക് കടന്നു പോകുന്നു. അവർ ചോദിച്ചു, സലൂഹു അനിർ റൂഹി, അന്ത്യപ്രവാചകനാണെന്ന് പറയുന്ന ഈ പ്രവാചകനോട് ആത്മാവ് മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാവ് തിന്മകൾ ചെയ്തു കൂട്ടുന്ന ശരീരത്തിനുള്ളിൽ കിടന്ന് പെടയുകയാണ്. ആത്മാവിനെ വേദനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തിന്മ ചെയ്യുമ്പോ ഒരു വെപ്രാളം വരും, തെറ്റുകൾ ചെയ്യുമ്പോൾ ഒരു പെടക്കല് വരും, തിന്മകൾ ചെയ്യുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു തരം വൈവറിങ് വരുന്നുണ്ട്. എന്നാൽ നന്മ ചെയ്യുമ്പോൾ സന്തോഷമല്ലാതെ മറ്റൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ല. മോഷ്ടിക്കുന്നവൻ മോഷ്ടിക്കുമ്പോൾ കൈ വിറക്കുന്നു എന്ന് പറയും, വ്യഭിചാരി വ്യഭിചരിക്കുമ്പോൾ മനസ്സ് പെടക്കുന്നു എന്ന് പറയും, മദ്യപിക്കുന്നവൻ മദ്യപിക്കുമ്പോൾ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വെപ്രാളമുണ്ട്. മറ്റൊന്നുമല്ല, അവന്റെ റൂഹും ശരീരവുമാണ് മനുഷ്യൻ. ആ റൂഹ് അല്ലാഹുമായി ബന്ധപ്പെടാൻ ഇഷ്ടപ്പെടുന്നതാണ്, നന്മയാണ് അതിനിഷ്ടം. ആ റൂഹിനെ വേദനിപ്പിക്കുന്നതാണ് പാപങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രവാചകർ തങ്ങളുടെ കാലം മുതൽ അതിനു മുമ്പ് തന്നെ എന്താണ് ആത്മാവ്, മനുഷ്യ ശരീരം മരിച്ചു കിടക്കുമ്പോൾ ആ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും അവിടെയുണ്ട്. കണ്ണുണ്ട്, കാതുണ്ട്, മനസ്സുണ്ട്, ബ്രെയിൻ സെല്ലുകളുണ്ട്, ഹൃദയമുണ്ട്, എല്ലാമുണ്ട്. എന്താ നഷ്ടപ്പെട്ടത്? ആത്മാവ് നഷ്ടപ്പെട്ടു എന്നത് കഴിച്ചാൽ ആ ശരീരത്തിൽ എല്ലാം ഉണ്ടല്ലോ. എന്താണ് ആത്മാവ്? വയസ്അലൂനക അനിർ റൂഹ്, നബിയേ അവരങ്ങയോട് ചോദിക്കുന്നു, എന്താണ് ആത്മാവ് എന്ന് പറയുന്ന സാധനം? ഖുൽ, പറഞ്ഞു കൊടുക്കുക നബിയേ, അർറൂഹു മിൻ അംരി റബ്ബി, ആത്മാവ് എന്റെ രക്ഷിതാവിന്റെ സവിശേഷമായ ഒരു സൃഷ്ടിയാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് ജ്ഞാനം വളരെ കുറച്ചു മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആത്മാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഇസ്ലാം ഗൗരവത്തിൽ കാണുന്നത്. ജീവജാലങ്ങളുടെ രൂപമുണ്ടാക്കുന്നത് ഇസ്ലാമിൽ കണിശമായും നിഷിദ്ധമാണ്. രൂപങ്ങൾ ഉണ്ടാക്കുന്നത് കുട്ടികളുടെ ടോയ്സിന് മാത്രമാണ് ഒരു ഒഴിവ് കഴിവ് പറഞ്ഞിട്ടുള്ളത്, ഒരു എക്സെപ്ഷൻ. അല്ലാതെ മനുഷ്യരൂപങ്ങളും ശില്പങ്ങളും ഉണ്ടാക്കി വെക്കുന്നത്, മനുഷ്യന്റെയോ ജീവജാലങ്ങളുടെയോ രൂപങ്ങളെ ഷേപ്പ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലഅനല്ലാഹുൽ മുസവ്വിരീൻ, ജീവജാലങ്ങളുടെ ശില്പങ്ങൾ ഉണ്ടാക്കുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജീവജാലങ്ങൾക്ക് നാളെ റൂഹ് കൊടുക്കാൻ അള്ളാഹു അവരോട് ആവശ്യപ്പെടുമെന്നും, നരകത്തിൽ അവരുണ്ടാക്കിയ ജീവനുള്ള വസ്തുക്കളുടേതുപോലെയുള്ള ജീവജാലങ്ങള്, പക്ഷികള്, ജന്തുക്കള്, മനുഷ്യരൂപങ്ങള്, അവകൾക്ക് ജീവൻ കൊടുക്കണമെന്ന് അള്ളാഹു ആവശ്യപ്പെടുകയും അവരെ നരകത്തിൽ വെച്ച് ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഅനല്ലാഹുൽ മുസവ്വിരീൻ, ഇത് അള്ളാഹുവിന്റെ സവിശേഷമായ ആത്മാവ് സന്നിവേശിപ്പിക്കപ്പെടുന്ന രൂപങ്ങളാണ്. നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി ബഹുമാനപ്പെട്ട സയ്യിദ് നാസർ ഹൈ ശിഹാബ് തങ്ങൾ പാണക്കാട് അവറുകൾ നിർവഹിക്കുകയാണ്. തങ്ങൾ പരിപാടിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് തങ്ങളുടെ ഉദ്ഘാടന ഭാഷണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിഷയം തുടരാം. അള്ളാഹു തങ്ങൾക്കും നമ്മുടെ നേതാക്കന്മാർ ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാന്യരായ
നാസർ ഹൈ ശിഹാബ് തങ്ങൾ കോഴിക്കോട് വലിയ ഖാദി അദ്ദേഹം നിർവഹിക്കുകയാണ്. ആദരപൂർവം മഹാനവറുകളെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അഭിവന്ദനായ അധ്യക്ഷൻ ചങ്ങല മഹല്ല് ഖാദി എച്ച് മുസ്ലിയാർ അവർകളെ, മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന സംസാർ ഹക്കുദവി അവർകളെ, വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കളെ, ഉമറാക്കളെ, ഈ പ്രഭാഷണ വേദിയിൽ സദസ്സിൽ ഒത്തുകൂടിയ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ റമദാനിൽ നമ്മളെ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹു അവൻ്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെയും നമ്മിൽ മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികളെയും കുടുംബങ്ങളെയും ഒക്കെ അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർത്തി തരുമാറാവട്ടെ. കേടായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്താതിരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ അതിന് റഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പരിപാടിയുടെ ഭാഗം, അതിൻ്റെ ലക്ഷ്യം നമ്മുടെ വിഖായുടെയും SKSF-ൻ്റെയും നമ്മുടെ സംസ്ഥയുടെയും ഒക്കെ കർമ്മധീരരായ നമ്മുടെ പ്രവർത്തകന്മാർ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതോടൊപ്പം നമ്മുടെ ദർസ് ഒന്ന് പുനരുദ്ധരിക്കുകയും ദർസിലേക്കുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും ഇതിൻ്റെ ക്യാൻറ്റീൻ സൗകര്യപ്പെടുത്തി ഒന്ന് വിപുലപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ഭാരിച്ച ഒരു ഉത്തരവാദിത്വം നമ്മുടെ മഹല്ല് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റുഖിയ ചെയ്ത തേൻകുപ്പികളുണ്ട് എന്നറിയിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ലൊരു സ്വതക്ക കൊടുത്തിട്ട് ഈ പരിശുദ്ധ രാവിൽ ഓരോ തേൻകുപ്പിയും കൈപ്പറ്റിയിട്ട് ഒരു നല്ല ദാനം നമ്മുടെ ഈ ദർസിലേക്ക് എല്ലാവരും നൽകണമെന്ന് സാന്ദർഭികമായി ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ആത്മാക്കളുടെ ലോകം എന്ന ഒരു വിഷയമാണ് നമ്മൾ ഈ രാത്രിക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കണ്ണുകൾക്ക് അതീതമായ ഒരു ലോകമാണ് ആത്മാക്കളുടേത്. നമ്മുടെ ഭൗതികമായ ഫിസിക്കൽ ഡൈമെൻഷൻസിന്റെ അതീതമായ ഒരു ലോകം, ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് മനുഷ്യൻ അഭേദ്യമായി. ജന്മത്തിന് മുമ്പ് തന്നെ ആലമുൽ അർവാഹ്, നമ്മളൊക്കെ ആത്മാക്കളുടെ ലോകത്ത് നിന്ന് വരുന്നവരാണ്. ഞാനും നിങ്ങളും ഇങ്ങനെയൊരു വേദിയിൽ ബഹുമാനപ്പെട്ട തങ്ങളടക്കം നമ്മൾ പരിചയപ്പെടുന്നത് ആലമുൽ അർവാഹിൽ വെച്ച് പരിചയപ്പെട്ടതിന്റെ ഭാഗമാണ്. നബിതങ്ങളോട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയെ, ഭൂമിയിൽ ചില ആളുകളോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു, ചില ആളുകളോട് വെറുപ്പ് തോന്നുന്നു. ആ ഇഷ്ടം തോന്നുന്നവർ നമ്മളോട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടൊന്നുമല്ല, നമുക്ക് ഒരാളോടൊരു ഇഷ്ടം, ഒരു താല്പര്യം, മനസ്സിന്റെ ഉള്ളിൽ ഒരു സ്നേഹം, ഒരു ബഹുമാനം തോന്നുന്നു. ചില ആളുകൾ നമ്മളോട് ഒരു ദുൽമും ചെയ്തിട്ടല്ല, നമുക്ക് വെറുതെ ഒരു ഇഷ്ടക്കുറവ്, ഒരു സ്നേഹക്കുറവ്, ഒരു വെറുപ്പ് നമ്മുടെ മനസ്സിൽ വരുന്നു. എന്താണ് അതിന്റെ കാരണമെന്ന് സ്വഹാബിമാർ അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ഹബീബിന്റെ ഹളറത്തിലിരിക്കെ ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ മറുപടി കൊടുത്തത്, അൽ-അർവാഹു ജുനൂദും മുജന്നദ ഫമാ തആറഫ മിൻഹ ഇഖ്തലഫ വമാ തനാകറ മിൻഹ ഇഖ്തലഫ. അലിയാരെ, നിങ്ങൾക്കറിയുമോ, ആത്മാക്കളെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ഒരു നേരമുണ്ട്. ആലമുൽ അർവാഹിൽ മിഥില ദറാരി,
അണുകണങ്ങളെപ്പോലെ വളരെ ചെറിയ സാധനങ്ങളായിട്ട് നമ്മളൊക്കെ ഭൂമി ലോകത്ത് ജനിക്കാൻ പോകുന്ന സർവ്വ മനുഷ്യരും അവരുടെ ആത്മാക്കളായി ആത്മാക്കളുടെ ലോകത്ത് ആലമുൽ അർവാഹിൽ ഒരുമിച്ച് കൂടിയ ഒരു നേരം കഴിഞ്ഞു പോയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല ആ ഭാഗത്തേക്ക് സൂചന നൽകിയിട്ടുണ്ട്. ഖാല അലസ്തു ബിറബ്ബിക്കും, അല്ലാഹു നമ്മളോടൊക്കെ ചോദിച്ചു, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്, ഞാനല്ലയോ പടച്ചവൻ, ഞാനല്ലയോ ഈ പ്രപഞ്ചത്തിന്റെ ദൈവം തമ്പുരാൻ? ഖാലൂ, എല്ലാവരും പറഞ്ഞു, ബലാ, അതേ പടച്ചവനെ, നീ തന്നെയാണ്. ആ പറഞ്ഞത് ഓർമ്മിപ്പിക്കാനാണ് ഭൂമിയിലേക്ക് ഖുർആനും ഇഞ്ചീലും തൗറാത്തും സബൂറും പ്രവാചകന്മാരും വന്നത്. ആ കേട്ടതും പറഞ്ഞതും ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അതുകൊണ്ടാണ് തദ്കിറ ഇല്ലാ തദ്കിറതൻ എന്ന് ഖുർആൻ പറയാൻ കാരണം. ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു പോയതാണ് ഇതൊക്കെ. അല്ലാഹുവേ, നീയാണ് സൃഷ്ടാവ്, പിന്നെ എങ്ങനെ ഒന്നിലേറെ ദൈവങ്ങൾ, പിന്നെ എങ്ങനെ ദൈവനിഷേധം നടക്കുന്നു? ഏകനാണ് സൃഷ്ടാവെന്ന് നിങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ആ ലോകത്ത് അവിടെ വെച്ച് ആരൊക്കെ തിക്കും തിരക്കും കൂടിയോ പരസ്പരം ശത്രുത കാട്ടിയോ അവര് ഭൂമിയിൽ വന്നാൽ ശത്രുക്കളായിരിക്കുമെന്നും, അവിടെ ആരെല്ലാം സ്നേഹത്തോടെ പെരുമാറിയോ സഹകരിച്ചുവോ അവര് ഭൂമിയിൽ വന്നാൽ സുഹൃത്തുക്കളായി മാറുമെന്നും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അതിന്റെ കാരണം. ഫമാ തആറഫ മിൻഹ തലഫ, അവിടെ കണ്ടു പരിചയപ്പെട്ടവർ ഭൂമിയിൽ വരുമ്പോ നല്ല ഇണക്കത്തിലാവും, സ്നേഹത്തിലാവും. വമാ തനാഖറ മിൻഹ ഇഖ്തലഫ, ആലമുൽ അർവാഹിൽ വെച്ച് തിക്കും തിരക്കും കൂടിയവരൊക്കെ ദുനിയാവിൽ വന്നാൽ അവരിൽ ശത്രുതയുടെ സ്വഭാവങ്ങൾ കാണാൻ കഴിയും. അത് ആലമുൽ അർവാഹിന്റെ ഒരു പ്രതിഫലനമാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ബന്ധം ഉണ്ടായതിന്റെ പേരിലാണ് ചെങ്ങരയിൽ ഈ റമദാനിന്റെ രാവിൽ നമുക്കിവിടെ പരിചയപ്പെടാൻ നമുക്കൊരവസരം അല്ലാഹു തന്നത്. അവിടെ നമ്മൾ കണ്ടുപോകുന്നതിന്റെ ഒരു അടയാളമാണ്. ദുനിയാവിലെ എല്ലാ ബന്ധങ്ങളും അങ്ങനെയാണ്. ആത്മാക്കളുടെ ലോകം നമ്മൾ അന്ന് അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങൾ അള്ളാഹുവിന്റെ ഹദറത്തിൽ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടാകാം ആലമുൽ അർവാഹിൽ. അത് കഴിഞ്ഞാണ് ആദം നബി അലൈഹിസ്സലാമിലൂടെ, നമ്മുടെ മാതാപിതാക്കളിലൂടെ ആലമുൽ അർഹാമിലേക്ക് വരുന്നു, ഭ്രൂണമായി ഗർഭത്തിലേക്ക് വരുന്നു, പിന്നെ ആലമുദ് ദുന്യയിലേക്ക് പ്രസവിച്ച് മരണം വരെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. ഈ ആലമുദ് ദുന്യ കഴിഞ്ഞാൽ ആലമുൽ ബർസഖ്, നമ്മൾ ഖബറിലേക്കുള്ള ജീവിതത്തിലേക്ക് മാറുന്നു. അതും കഴിഞ്ഞ് ലോകാവസാനം നടക്കുന്നതോടുകൂടെ പുനർജന്മം അല്ലാഹു നൽകുന്നു. സൂറെന്ന കാഹളത്തിൽ രണ്ടാമത് ഊതുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാം, അവിടെയാണ് ആലമുൽ ആഖിറ. ഇങ്ങനെ 5 ലോകങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് മനുഷ്യർ. ഇതിൽ ഭൂമിയിലുള്ള ജീവിതം മാത്രമാണ് നമ്മൾ ഓർക്കുന്നത്. ഇവിടെ നമ്മൾ ശരീരവും ഭക്ഷണവും വെള്ളവും വസ്ത്രവും വാഹനവും വീടും ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ആത്മാവിന് അതല്ല വേണ്ടത്. ആത്മാവിന് വേണ്ടത് റൂഹിന്റെ ഭക്ഷണമാണ്. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്, ദിക്റാണ്, വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. അത് കൊടുക്കാത്തവർക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല എന്നാണ്. വലിയ വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, വാഹനമുണ്ട്, ജോലിയുണ്ട്, കച്ചവടമുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഖുർആൻ ഓതാൻ മടിയുള്ള ആളാണ്, ദിക്ർ ചൊല്ലാറില്ല, അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കാറില്ല, പഠിക്കാറില്ല, അങ്ങനെ ജീവിച്ചു പോകുന്നു. അത്തരക്കാർക്ക് ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അനുഭവിക്കാൻ കഴിയില്ല. നിങ്ങളത് ഉണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുന്നില്ല. അത് വളരെ ടെമ്പററിയാണ്. ഒരിക്കലും ശരിയായ സന്തോഷം അനുഭവിക്കാൻ റൂഹിന്, ആത്മാവിന്റെ ഭക്ഷണം കൊടുക്കാത്തവർക്ക് കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടും കാര്യമില്ല, നാടായ നാട് മുഴുവൻ ടൂർ പോയിട്ടും കാര്യമില്ല. ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമവും ഒരു വേദനയും കാണും. ഇഷ്ടമുള്ള ഭക്ഷണം എത്ര കഴിച്ചിട്ടും കാര്യമില്ല. റൂഹിന്റെ ഭക്ഷണം നമ്മുടെ നിസ്കാരമാണ്, നമ്മുടെ ഇബാദത്താണ്, ദിക്റുകളാണ്, ഖുർആനാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള, ഹബീബിനെ കുറിച്ചുള്ള ചിന്തകളാണ്. ഇതില്ലെങ്കിൽ ആത്മാവിന് സന്തോഷിക്കാൻ കഴിയില്ല. ആത്മാവ് സന്തോഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് സന്തോഷം ലഭിക്കുകയുമില്ല. അതാണ് ഇന്നത്തെ വിഷയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ലഅനല്ലാഹുൽ മുസവ്വിരീൻ, ആത്മാവ് എന്റെ രക്ഷിതാവിന്റെ വിഷയമാണെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. ലഅനല്ലാഹുൽ മുസവ്വിരീൻ, മനുഷ്യന്റെയോ ജീവജാലങ്ങളുടെയോ അതുപോലെ ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടെന്ന് അറിയിക്കണമേ. നോക്കണം, കുട്ടികളുടെ ടോയ് ഉണ്ടാക്കാം, അതിന് കുഴപ്പമില്ല. അല്ലാത്ത ജീവജാലങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, ഹറാമാണ്. പക്ഷിയുടെ രൂപം ഉണ്ടാക്കുക പ്ലാസ്റ്റിക് കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ മണ്ണ് കൊണ്ടോ
ഏതെങ്കിലും മെച്ചൽ കൊണ്ടോ രൂപപ്പെടുത്തുന്നത്, മനുഷ്യരുടെ ശില്പങ്ങൾ ഉണ്ടാക്കുന്നത്, കല്ലിൽ കൊത്തി ഉണ്ടാക്കുന്നത്, പ്രതിമകൾ ഉണ്ടാക്കുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ കുറ്റകരമാണ്. നാട്ടിൽ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നതല്ല വിഷയം. ശറഇന്റെ കാഴ്ചപ്പാടിൽ ഒരു മുസ്ലിമിനത് ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്തേ? അത് ജീവനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അങ്ങനെ ചെയ്യുന്നവരോട് ഈ ശരീരത്തിന് നീ ആത്മാവ് കൊടുക്ക് എന്ന് അല്ലാഹു അവരോട് പരലോകത്ത് പറയുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവനുള്ള വസ്തുക്കളോട് കരുണ കാണിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല വഇദാ ദബഹ്തും ഫഅഹ്സിനുൽ ദിബ്ഹ. നിങ്ങൾ ജീവജാലങ്ങളെ, ജീവികളെ, ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ജീവികളെ നിങ്ങൾ അറുക്കുകയാണെങ്കിൽ ആ അറവ് നന്നാവണം. ഒരു മൃഗത്തിന്റെ ജീവൻ എടുക്കുകയാണ്, അതിനെ കൊല്ലുകയാണ്, അതിനെ അറവ് ചെയ്യുമ്പോൾ അത് ഫഅഹ്സിനുൽ ദിബ്ഹ, അത് നിങ്ങൾ ശരിക്ക് നിർവഹിക്കണം. വൽ യുഹിദ്ദ അഹദുകും ശുഫ്റതഹു. ഓരോരുത്തരും അറവ് ചെയ്യുന്ന ആളുകൾ കത്തി നന്നായി മൂർച്ച കൂട്ടിയതിന് ശേഷം വൽ യുരിഹദ ബിഹതഹു, ഏതൊരു ജീവിയെയാണോ മാംസത്തിനായി അവൻ ഉപയോഗിക്കുന്നത്, അറുക്കുന്നത്, ആ ജീവിക്ക് പോലും അറിയാത്ത രീതിയിൽ അതിനെ വേദനിപ്പിക്കാതെ നിങ്ങൾ അതിനെ കൊല്ലുകയാണെങ്കിൽ, അതിനറുക്കുകയാണെങ്കിൽ അവിടെ പോലും നിങ്ങൾ നന്മ ചെയ്യണേ. ഒരു ജീവിയെ, ഒട്ടകത്തെ അറുത്തിട്ട് പകുതി കഴുത്ത് മുറിഞ്ഞിട്ട് കത്തി മൂർച്ച കൂട്ടാൻ പോയ ഒരു ആളോടാ നബി തങ്ങൾ ചോദിച്ചത്, അതഖ്തുലുഹാ ഖത്ലതൈൻ, ആ ജീവിയെ നിങ്ങൾ 2 തവണ കൊല്ലുകയാണോ? കത്തി മൂർച്ച കൂട്ടേണ്ടത് അതിനറുക്കുന്നതിന്റെ മുമ്പല്ലേ? റൂഹുള്ള ഒരു ജീവിയാണത്, ആത്മാവുള്ള ഒരു ജീവിയാണത്. ആ ജീവിയുടെ ആത്മാവിനെ വേദനിപ്പിക്കരുത്. ഭക്ഷണത്തിന് അല്ലാഹു അനുവദിച്ചു. മനുഷ്യൻ സസ്യബുക്ക് പോലെ മാംസബുക്കുമാണ്, രണ്ടുമാണ് മനുഷ്യൻ. അതുകൊണ്ട് മാംസത്തിന് ഉപയോഗിക്കുന്ന പക്ഷികളും ജീവജാലങ്ങളും, ആ ജീവികളെ നിങ്ങൾ അറുക്കുമ്പോൾ അതിനോട് കരുണ കാണിക്കണേ. ഫഅഹ്സിനു ദിബ്ഹ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഒരു അനുഭവം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. നോക്കുമ്പോ വഴിയിൽ മക്കയിൽ ഒരുപാട് ഖുറൈശി ചെറുപ്പക്കാർ ഒരു പക്ഷിയെ ജീവനോടെ കൊണ്ടുവന്ന് കൈയും കാലൊക്കെ, അതിന്റെ ചിറകും കാലുകളും കെട്ടിവെച്ച് ഒരു കല്ലിൽ അതിനെ വെച്ചിരിക്കുകയാണ്. അത് ഒരാൾ കൊണ്ടുവന്ന് വെച്ചതാണ്. ഖുറൈശികളായ ചെറുപ്പക്കാർ, അവരുടെ കയ്യിൽ അമ്പും വില്ലുമുണ്ട്. ദൂരെ നിന്ന് ആ പക്ഷിയെ ലക്ഷ്യമാക്കി അവർ അമ്പെയ്യുകയാണ്. അവരെ അമ്പ് പരിശീലിക്കുകയാണ്. ആ പക്ഷിയെ പിടിച്ചുകൊണ്ടുവന്ന ആൾക്ക് ലക്ഷ്യത്തിലെത്താതെ തെറ്റിപ്പോകുന്ന അമ്പ് ആ പക്ഷിയുടെ ഉടമസ്ഥനുള്ളതാണ്. അങ്ങനെ അവർ അമ്പെയ്ത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരെ മുത്തബിഉസ് സുന്ന എന്നാണ് അറിയപ്പെടുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ഖുറൈശി ചെറുപ്പക്കാര് മുഴുവനും ചിന്നിച്ചിതറിയോടി തഫറഖൂ, അവരൊക്കെ ഓടി രക്ഷപ്പെട്ടു. ഖൗഫൻ മിനസ് സ്വഹാബി, സ്വഹാബിയായ ബഹുമാനപ്പെട്ടവരെ കണ്ട് പേടിച്ചതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ ഫഅല ഹാദാ, ആരാണിത് ചെയ്തത്? ലഅനല്ലാഹു മൻ ഫഅല ഹാദാ, പാവമായ ഒരു ജീവിയെ, ഒരു പക്ഷിയെ ജീവനോടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിനെ നിങ്ങൾ ഓരോരുത്തരായി അമ്പെയ്ത് അതിനെ വേദനിപ്പിക്കുകയാണോ? ആ പക്ഷിയെ നിങ്ങൾക്ക് മാംസത്തിന് ഉപയോഗിക്കാം, അതിനെ അറുത്തുകൊണ്ട് അതിനെ ദബ്ഹ് ചെയ്യണം. അല്ലാതെ അതിന്റെ ശരീരത്തിലേക്ക് അമ്പ് കൊള്ളുമോ എന്നറിയാൻ ജീവനുള്ള ഒരു ജീവിയെ വെച്ചിട്ട് നിങ്ങൾ അമ്പെയ്ത്ത് പഠിക്കുന്നത്. ലഅനല്ലാഹു മൻ ഫഅല ഹാദാ, ഇത് ചെയ്യുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ആരാണിത് ചെയ്തത്, ആരാണിത് ചെയ്തത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ എന്നിട്ട് പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന മൻ ഇത്തഖദ ശൈഅൻ ഫീഹി റൂഹു ഗറളാ, ജീവനുള്ള ഒരു വസ്തുവിനെ, ജീവനുള്ള ഒരു ജീവിയെ അമ്പെയ്ത്ത് പഠിക്കാനുള്ള ലക്ഷ്യസ്ഥാനമായി നിർണയിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുന്നവരെ ശപിച്ചിട്ടുണ്ട് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഈ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇത്തഖദ ശൈഅൻ ഫീഹി റൂഹു ഗറളാ, ആത്മാവുണ്ടല്ലോ, ആ ജീവിക്ക് റൂഹുണ്ട്,
ആത്മാവുള്ള ഒരു ജീവിയെ നിങ്ങൾ അമ്പെയ്ത്ത് പഠിക്കാൻ കൊണ്ടുവന്ന് കളിക്കുകയാണോ, ജീവൻ വെച്ച് കളിക്കുകയാണോ എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ആ ചെറുപ്പക്കാരോട് ആക്രോശിച്ചത് പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. ജീവനുള്ള ഒരു ജീവിയോട്, റൂഹുള്ള ഒരു ജീവിയോട്, ആ ജീവിയെ നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ പോലും ഫഅഹ്സിനുൽ ഖിത്ല, കൊലപാതകം പോലും നന്നായിരിക്കണം. വേദനിപ്പിച്ച് മനുഷ്യരെ ആ ജീവിയെ ബുദ്ധിമുട്ടാക്കരുത്, ആ ജീവജാലങ്ങളെ നിങ്ങൾ വേദനിപ്പിക്കരുത്. ജീവനുള്ള ഒരു പക്ഷിയോട് ഇതാണ് ഇസ്ലാമിന്റെ നിയമമെങ്കിൽ മനുഷ്യരെ വലിയ വടി കൊണ്ടടിച്ച് മൃഗീയമായ പരിപാടി ചെയ്യുന്ന ആളുകൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഏത് സംസ്ഥാനങ്ങളിലാവട്ടെ എവിടെയാവട്ടെ, മനുഷ്യരെ വടി കൊണ്ടടിക്കുന്ന ജീവജാലങ്ങളെ, ജന്തുക്കളെ ഒരു ബുഷിലോ മറ്റോ ചെടികളിൽ തല്ലുന്ന പോലെ എത്ര വലിയ മൃഗീയതയാണിത്. ലോക മനുഷ്യർ കണ്ടാൽ അറച്ചുപോകുന്ന സംസ്കാരമില്ലാത്ത പരിപാടി. ശത്രുതയോ അല്ലെങ്കിൽ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനോടുള്ള വൈരാഗ്യം തീർക്കേണ്ടത് റൂഹുള്ള ഒരു ശരീരത്തിലേക്ക് ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ട് മൃഗീയത കാണിച്ചുകൊണ്ടാണോ? മുത്തുനബി തങ്ങൾ പറഞ്ഞൊരിക്കലും ചെയ്യല്ലേ. ജീവിയെ പോലും, ഒരു ജന്തുവിനെ പോലും നിങ്ങൾ അങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല. പിന്നെയുണ്ടോ മനുഷ്യരോട് ചെയ്യുന്ന വളരെ മൃഗീയമായ ഇടപെടലുകൾ നമ്മൾ എത്ര അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിന് എത്ര വലിയ നാണക്കേടാണിത്. ഇന്ത്യയിലെ ആളുകളാണ് ഇത് ചെയ്യുന്നത് എന്ന് കണ്ടാൽ, ഇന്ത്യയിലെ ആളുകൾ ഇപ്പോഴും മൃഗീയത മാറാത്തവരോ, സംസ്കാരം എന്താണെന്ന് പഠിക്കാത്തവരോ, മനുഷ്യരോടുള്ള വൈരാഗ്യം, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്തിനീ മൃഗീയത കാണിക്കുന്നു? റൂഹുള്ളൊരു ശരീരത്തെ വേദനിപ്പിക്കരുതേ. ലഅന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇത്തഖദ ശൈഅൻ ഫീഹി റൂഹു ഗറളാ. നിങ്ങൾക്ക് അടിച്ചു പഠിക്കാനുള്ളതല്ല ജീവനുള്ള ശരീരം, നിങ്ങൾക്ക് വേദനിപ്പിച്ച് രസിക്കാനുള്ളതല്ല ആത്മാവുള്ള ഒരു ജീവി. ഏത് ജീവിയെ പോലും അത് ചെയ്യാൻ പാടില്ല. പിന്നെയുണ്ടോ വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ നാം ആദരിച്ചു എന്ന് സർവശക്തന്റെ വചനങ്ങളിൽ പറഞ്ഞ മനുഷ്യരോട്, ഏത് മതമാവട്ടെ ഏത് ജാതിയാവട്ടെ, മനുഷ്യനല്ലേ തന്നെ പോലെ ചോരയും മജ്ജയും വേദനയും ശരീരവും മാംസവും എല്ലാമുള്ള ഒരു പച്ചയായ ശരീരം തന്റെ ശരീരത്തിലേക്ക് അങ്ങനെ അടിക്കപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ? എത്ര വലിയ മൃഗീയതയാണിതൊക്കെ. മനുഷ്യൻ ഇത് നിർത്തിയില്ലെങ്കിൽ രാജ്യത്തിനും സമുദായത്തിനും മാത്രമല്ല മനുഷ്യരാശിക്ക് പോലും അപമാനമല്ലേ ഇതൊക്കെ. കടുത്ത മൃഗീയത. ഈ മൃഗീയത അവസാനിപ്പിച്ചേ പറ്റൂ. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത്തരക്കാർക്ക് സർവശക്തന്റെ ശാപമുണ്ട്. അവരത് അനുഭവിക്കാതെ ഇഞ്ചിഞ്ചായി മനുഷ്യരെ ശരീരത്തിലേക്ക് വേദനിപ്പിച്ചതിന് പകരം അല്ലാഹു പകരം വീട്ടാതെ അവന്റെ റൂഹ് ദുനിയാവിൽ നിന്ന് പോകില്ല. അത് അല്ലാഹു തആല അവനെ കൊണ്ട് അനുഭവിപ്പിച്ചിട്ടേ ഈ ലോകത്ത് നിന്ന് അവനെ പറഞ്ഞയക്കുകയുള്ളൂ. ആത്മാവ് അല്ലാഹുവിന്റെ സവിശേഷതയാണ്, അല്ലാഹുവിന്റെ സവിശേഷമായ സൃഷ്ടിയാണത്. ജീവൻ എടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ജീവൻ കൊടുക്കാൻ കഴിയുമോ? ഒരു റൂഹിനെ കൊടുക്കാൻ പറ്റുമോ മനുഷ്യനെ കൊണ്ട്? കഴിയില്ലല്ലോ. ചെറിയ ജീവികൾ മുതൽ വലിയത് എല്ലാറ്റിനും അല്ലാഹു നൽകുന്ന ജീവനാണ്, അല്ലാഹു നൽകുന്ന റൂഹുണ്ട്. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. പറയുക നബിയേ, ആത്മാവ് എന്താണ് എന്ന അതിന്റെ മാഹിയത്ത്, ആത്മാവ് എന്താണ് എന്ന അതിന്റെ എൻറ്റിറ്റി, അത് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും പറഞ്ഞു തരാൻ കഴിയില്ല. ആത്മാവുകൾ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഉറങ്ങുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റൂഹിനെ അല്ലാഹു പിടിച്ചു വെക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. ആ റൂഹിനെ ശരീരവുമായൊരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ആള് മരിച്ചു പോകും. ആത്മാവിനെ ഉറങ്ങുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അല്ലാഹു പിടിച്ചു വെക്കുന്നുണ്ട്. ഉറക്കത്തിലായി അല്ലാഹു മരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ റൂഹിനെ അല്ലാഹു പിന്നെ തിരിച്ചു കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ശരീരത്തിനാണോ എഴുന്നേറ്റ് നടക്കാൻ ഇനിയും ആയുസ് കൊടുത്തിട്ടുള്ളത്, ആ റൂഹിനെ അല്ലാഹു ശരീരത്തിലേക്ക് തിരിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഉണർന്നു എന്ന് പറയുന്നത്. ഉറങ്ങുന്ന മനുഷ്യന്റെ റൂഹും ശരീരവും തമ്മിൽ ഒരു പ്രത്യേകമായ ബന്ധമാണ്. മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ റൂഹ്
ശരീരത്തിൽ നിന്ന് ആ റൂഹിനെ പിടിച്ചു മാറ്റപ്പെടുന്നു, അള്ളാഹു എടുത്തുകൊണ്ടുപോകുന്നു അവന്റെ മലക്കുകളുടെ കരങ്ങളാൽ. എന്നാൽ ആ കിടക്കുന്ന ശവശരീരത്തിന് സുഖവും ദുഃഖവും അനുഭവിക്കാൻ കഴിയും, സന്തോഷവും സന്താപവും അനുഭവിക്കാൻ കഴിയും, രക്ഷയും ശിക്ഷയും അനുഭവിക്കാൻ കഴിയും. കാഴ്ചയിൽ നിർജീവമായ ശരീരമാണത്. ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ മയ്യത്തിന് റൂഹുമായി ബന്ധമുണ്ട്. ദുന്യാവിൽ കിടക്കുന്ന സ്വാലിഹായ മനുഷ്യന്റെ ശരീരം ഒരുപക്ഷെ നമ്മുടെ ചങ്ങരയിലെ പള്ളിക്കാട്ടിലായിരിക്കാം. പക്ഷേ ആ മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് സ്വർഗലോകങ്ങളിലേക്ക് ഇല്ലിയീനിലേക്ക് സുഗന്ധമായി വരുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇല്ലിയീനിൽ സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന ആത്മാവിന് ഭൂമിയിലെ ശരീരവുമായി ഒരു കണക്ഷൻ അള്ളാഹു നൽകുന്നുണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു ശിശുവായി വളരുന്ന കുഞ്ഞ് 4 മാസം പ്രായമാകുമ്പോൾ അള്ളാഹുവിന്റെ മലക്ക് വന്ന് റൂഹൂതി കൊടുക്കുന്ന ആ ഒരു ഭ്രൂണം, ആ ഭ്രൂണത്തിന് റൂഹുമായുള്ള ബന്ധം. ജീവനുള്ള ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നാൽ ഒരു കുട്ടിയായി വളർന്ന് നടക്കാനും ഓടാനും ചാടാനും തിന്നാനും കുടിക്കാനും കുളിക്കാനും നീന്താനും ഒക്കെ കഴിയുന്ന ആ ഒരു ശരീരത്തിലുള്ള റൂഹിന്റെ ബന്ധമല്ല ഭ്രൂണത്തിലെ റൂഹിനുള്ളത്, കുഞ്ഞിനുള്ളത്. ആ ഒരു ബന്ധമല്ല ഉറങ്ങുന്ന മനുഷ്യന്റെ ശരീരവും റൂഹും തമ്മിലുള്ളത്. ആ ഒരു ബന്ധമല്ല ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ ശരീരവും ആത്മാവും തമ്മിലുള്ളത്. ആ ഒരു ബന്ധമല്ല നാളെ മഹ്ശറായിലേക്ക് പുനർജന്മം നൽകുമ്പോൾ മനുഷ്യ ശരീരത്തിന്റെ കൂടെ ആത്മാവിനെ അല്ലാഹു ഉറങ്ങുമ്പോൾ ചെല്ലുന്ന ദിക്റിന്റെ വളരെ മനോഹരമായ അർത്ഥമൊന്ന് ചിന്തിച്ചു നോക്കൂ. ബിസ്മിക റബ്ബി. ആ ദിക്ർ അറിയുന്നവരൊന്ന് കൈപൊക്കിയാട്ടെ, അത് മുഴുവനായിട്ട് അറിയുന്നവര്. അത്രേ ഉള്ളൂ. മാഷാ അല്ലാഹ്, കുറെ ആളുകളുണ്ട്, പകുതിയോളം ആളുകൾ. അൽഹംദുലില്ലാ. അറിയാത്തവര് പഠിക്കണേ, പഠിച്ചു വെക്കാം. ഉറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ്. ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ. ബിസ്മിക റബ്ബി, എന്റെ രക്ഷിതാവായവനെ, നിന്റെ നാമത്തിൽ ഞാൻ എന്റെ ശരീരം താഴെ കിടത്തിയിരിക്കുകയാണ്, കട്ടിലിൽ കിടത്തിയിരിക്കുന്നു. വളഅതു ജംബി, എന്റെ സൈഡ് ഞാൻ ഇവിടെ കിടത്തി വെച്ചിരിക്കുകയാണ്. ഉറങ്ങുമ്പോൾ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് ഉറങ്ങലാണ് സുന്നത്ത്. അതിനാണ് എന്റെ ശരീരത്തിന്റെ പാർശ്വഭാഗം ഞാൻ കിടത്തി വെച്ചു എന്ന് പറയാൻ കാരണം. വളഅതു ജംബി വബിക അർഫഉഹു, നീ തരുന്ന കരുത്തിലാണ് റബ്ബേ ഞാൻ കിടന്നത്. എന്നാൽ വബിക അർഫഉഹു, നീ തരുന്ന കഴിവ് കൊണ്ടാണ് റബ്ബേ ഈ ശരീരത്തെ ഞാൻ എഴുന്നേൽപ്പിക്കുന്നത്. എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന സംഭവം നമ്മൾ അറിയുന്നുണ്ടോ? അതുവരെ നമ്മൾ കിടക്കുമ്പോ നമ്മുടെ കാലിലേക്ക്, നമ്മുടെ കാല് കുത്തി നടക്കല്ലല്ലോ, അതുകൊണ്ട് കാലിന്റെ ഭാഗത്തേക്കുള്ള രക്തയോട്ടം സാധാരണ രക്തയോട്ടമാണ്. നമ്മളിപ്പോ നിൽക്കുന്നവരും നടക്കുന്നവരും, ഇപ്പൊ നമ്മൾ വളണ്ടിയർമാരൊക്കെ നടക്കുന്നുണ്ട്. നിൽക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും കാലിലേക്ക് രക്തം ഒരുപാട് പാസ് ചെയ്യണം. നമ്മുടെ ബ്രെയിൻ, തലച്ചോറ് ഹാർട്ടിനോട് പറയാണ്, ഈ മനുഷ്യൻ നിൽക്കുകയാണ് കേട്ടോ, കാലിന് വേദന വരും, അതുകൊണ്ട് ചോര പോകട്ടെ, ഒരുപാട് ബ്ലഡ് കൊടുക്കണം, അവിടെ ക്ലീൻ ആവണം, അവിടെ എനർജി വേണം, അതുകൊണ്ട് രക്തയോട്ടം കൊടുക്കണം. കിടന്നാൽ പിന്നെ ബ്രെയിൻ ഇനി ഹാർട്ട് മെല്ലെ കൊടുത്താൽ മതി, ആള് കിടക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടൂലേ ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന്. ആ എഴുന്നേറ്റ് ഓടുമ്പോഴേക്കും മൈക്രോ സെക്കൻഡിനുള്ളിലാണ് നമ്മുടെ തലച്ചോറ് ഹാർട്ടിന് വിവരം കൊടുക്കുന്നു. ഇവ ഉണർന്നിട്ടുണ്ട്, ഇവ കട്ടിലിൽ താഴെ കാല് വെച്ച് എഴുന്നേറ്റ് ഓടാൻ പോവാണ് ബാത്റൂമിലേക്ക്, വേഗം ചോര കൊടുക്കണം, വേഗം ബ്ലഡ് കൊടുക്കണം. എത്ര സെക്കൻഡുകൾക്കുള്ളിലാണ് നമുക്ക് ഈ നിൽക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ കാലുകളെ അള്ളാഹു ശക്തിപ്പെടുത്തി തരുന്നത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കിടക്കണ അവസ്ഥയിലുള്ള കാലല്ല ഭൂമിയിലേക്ക് താഴെ വെച്ച് നമ്മൾ നടന്നു പോകുമ്പോൾ. കട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ കാലിന് ബലം വേണം, ബലം വേണമെങ്കിൽ ബ്ലഡ് പാസ് ചെയ്യണം. അത് നമ്മുടെ തലച്ചോർ മൈക്രോ സെക്കൻഡ് കൊണ്ടാണ് ആ വിവരം കൊടുക്കുന്നത്. ഉണർന്നു, എഴുന്നേറ്റു, കൈകുത്തണം, കൈയിലേക്ക് ചോര പോകട്ടെ, കാലിന്റെ ഭാഗത്തേക്ക്. നമ്മുടെ ശരീരങ്ങളെ മുഴുവൻ ഉത്തേജിപ്പിക്കാൻ, ഹാർട്ടിന്റെ പമ്പിങ് ഓരോ വശങ്ങളിലേക്കും പോകാൻ നമ്മൾ ചെയ്ത പണി എന്താണ്? ഒരു ഇറാദത്ത് അല്ലേ? നമ്മളൊന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു, നടക്കുക, എഴുന്നേറ്റു, നിൽക്കുക, ബാത്റൂമിലേക്ക് നടക്കുന്നു, അല്ലെങ്കിൽ കിച്ചണിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ബെഡ്റൂമിലേക്ക് ചുറ്റുപാട്ടത്ത് നടക്കുന്നു, എന്തോ ആകട്ടെ,
ആ ഒരു കുറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു തരുന്ന കഴിവല്ലാതെ മറ്റെന്താണ്? നമ്മൾ വിചാരിക്കണ്ടോ ഈ എഴുന്നേറ്റ് നടക്കുമ്പോൾ നടക്കുന്നു, ഇതിന് എന്തെല്ലാം പണി വേണം? ഉറങ്ങിക്കിടക്കുന്ന കാലിന്റെ ഉള്ളിൽ ചോരയോട്ടം കൊടുത്ത് കാലിനെ ശക്തിപ്പെടുത്തണ്ടേ? അല്ലാഹുവേ, ഈ ശരീരത്തെ ഞാൻ കിടത്തി വെച്ചിരിക്കുകയാണ്, ഇത് എഴുന്നേൽപ്പിക്കണമെങ്കിൽ നീ തരുന്ന കഴിവല്ലാതെ മറ്റൊരു കഴിവുമില്ല റബ്ബേ. എഴുന്നേൽക്കുമ്പോൾ ശരീരം കുഴഞ്ഞു എന്നാണ് അറിയുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തായിരിക്കും അവസ്ഥ? കുഴഞ്ഞു പോയിട്ടുണ്ട്, ആള് പാരലൈസ്ഡ് ആണ്, സ്ട്രോക്ക് വന്നിട്ടുണ്ട് ഉറക്കത്തിൽ. നീ തരുന്ന കഴിവ് കൊണ്ടാണ് റബ്ബേ ഞാൻ എഴുന്നേൽക്കുന്നത്, നീ തന്ന കഴിവ് കൊണ്ടാണ് റബ്ബേ ഞാൻ കിടക്കുന്നത്. ഇതൊക്കെ മനുഷ്യൻ ആലോചിച്ചാൽ മനുഷ്യൻ എത്ര വിനയാന്വിതനായി ഭൂമിയിലൂടെ നടക്കേണ്ട ആളാണ്. ഈ ഹുങ്കും മുഷ്ടി ചുരുട്ടിയുള്ള വർത്താനൊക്കെ മനുഷ്യന് ചെയ്യാൻ എന്തെങ്കിലും ന്യായമുണ്ടോ? ഒരു പനി പിടിച്ചാൽ തീരുന്നതാണ് നമ്മുടെ മസിലൊക്കെ, അല്ലെ? ഒരു പനി പിടിച്ചാൽ തീരും. ഒരു പനി പിടിച്ചാൽ മനുഷ്യന് കഴിഞ്ഞു, പിന്നെ ഒരു ഉന്മേഷമില്ല. എന്തൊക്കെ മുഷ്ടി ചുരുട്ടി ചിന്താബോധം നമ്മൾ വിളിക്കാറുണ്ട്. അള്ളാഹു നൽകുന്ന ആരോഗ്യമല്ലേ അതൊക്കെ? ഉറങ്ങുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് കിടക്കേണ്ടത്. ഈ ദിക്ർ ചൊല്ലണം. ബിസ്മിക റബ്ബി, എന്റെ രക്ഷിതാവേ നിന്റെ നാമം ഉച്ചരിച്ച് ഞാൻ കിടക്കുന്നു റബ്ബേ. വബിക അർഫഉഹു, നീ തരുന്ന കഴിവ് കൊണ്ടാണ് റബ്ബേ ഞാൻ ഇനി എഴുന്നേൽക്കാൻ പോകുന്നത്. ഇപ്പൊ കിടത്തിയിരിക്കുകയാണ്, ഇനി എഴുന്നേൽപ്പിക്കണം. നീ തരുന്ന കഴിവല്ലാതെ മറ്റൊന്നുമില്ല. ചിലർ പറയില്ലേ കാലിന് തരിപ്പാണ്, ഉമ്മാക്ക് എഴുന്നേറ്റ് കട്ടിൽമ കുറെ നേരം ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ഉമ്മാക്ക് നിൽക്കാൻ പറ്റുള്ളൂ, എന്നിട്ടേ പിന്നെ ഉമ്മാക്ക് നടക്കാൻ പറ്റുള്ളൂ. കാലിന് നീരാണ്, വേദനയാണ്. എന്താ? നമ്മുടെ ഞരമ്പുകൾക്ക് ക്ഷീണം, തളർച്ച വന്നു, ആ ബ്ലഡ് അങ്ങ് പാസ്സാവണില്ല പെട്ടെന്ന്. ചെറുപ്പക്കാർ ഒരു 45-55 വയസ്സ് വരെ ലാഭത്തിലോടുന്ന വണ്ടിയാണ്, മെയിൻ്റനൻസ് ഫ്രീ ആണ്. 55-60 വയസ്സ് വരെയൊക്കെ ഏകദേശം അല്ലേ? പിന്നെ മെയിൻ്റനൻസും സർവീസൊന്നുമില്ല. പിന്നെ ഓരോ 5000-നും സർവീസ് ചെയ്യേണ്ടി വരും. 55-60 ആയിക്കഴിഞ്ഞാൽ 5000 സ്റ്റെപ്പ് എടുത്താൽ പിന്നെ സർവീസ് ഹോസ്പിറ്റലിൽ കയറ്റേണ്ടി വരും, അല്ലേ? ചോര കൊടുക്കണം, ഗ്ലൂക്കോസ് കയറ്റണം, മരുന്ന് കുടിക്കണം, ഒഴിച്ചിലിന് പോകണം. അതുവരെയുള്ള ഈ കാലം ഉപയോഗപ്പെടുത്തിക്കോളൂ. ഫ്രീ ആയിട്ട് ജീവിക്കുന്ന കാലമാണ്. ഒരു 55-60 വയസ്സ് വരെയുള്ള കാലം മെയിൻ്റനൻസ് ഇല്ലാതെ പോകുന്ന സമയമാണ്. ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഇബാദത്തൊന്നും വയസ്സായ ചെയ്യാൻ പറ്റൂല. നമ്മൾ വെറുതെ പറയാണ്. പ്രായമായി കഴിഞ്ഞാൽ അതിന് വേദനയും കാലിൻ നീരാതെയും വളയാതെയുമായിട്ട് നമുക്ക് ഇബാദത്തിന് രസം കിട്ടൂല. ആകെ വേദനയായിരിക്കും ചിന്തയിൽ. വേദന ഇല്ലാതെ നിൽക്കുമ്പോഴല്ലേ നമ്മൾ പറയുന്ന വാക്കുകൾ ചിന്തിച്ച് നിസ്കരിക്കാൻ പറ്റുള്ളൂ. കാലിന് വേദനയാണ്, ഊരക്ക് വേദനയാണ്, നമ്മുടെ ചിന്ത മൊത്തം അങ്ങോട്ടല്ലേ പോവാ. അതുകൊണ്ട് മനുഷ്യന്റെ ആരോഗ്യ സമയം യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, ആരോഗ്യം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണേ. വാർദ്ധക്യം വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ യൗവനം നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ, വാർദ്ധക്യം വരാനുണ്ട്. ആരോഗ്യം ഉപയോഗപ്പെടുത്തിക്കോളൂ, രോഗം വരാനുണ്ട്. സമ്പത്തുള്ള സമയം അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തോളൂ, ദാരിദ്ര്യം വരാനുണ്ട്. ജീവിതം ഉപയോഗപ്പെടുത്തിക്കോളൂ, മരണം വരാനുണ്ട്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ, തിരക്ക് പിടിച്ച സമയം നിങ്ങൾക്ക് വരാനുണ്ട്. വബിക അർഫഉഹു, റബ്ബേ നീ തരുന്ന കഴിവ് കൊണ്ടാണ് ആ ശരീരത്തെ ഞാൻ ഉയർത്തുന്നത്. ഫഇൻ അംസക്ത നഫ്സി ഫർഹംഹാ, എന്റെ ഈ ഉറക്കത്തിലെങ്ങാനും എന്റെ റൂഹിനെ നീ പിടിച്ചു വെച്ചാൽ ഫർഹംഹാ, എന്റെ ശരീരത്തോട് റൂഹിനോട് കരുണ കാണിക്കണേ തമ്പുരാനെ. നോക്കണം, ഈ ഉറക്കത്തിൽ ഞാൻ അങ്ങ് മരിക്കുകയാണെങ്കിൽ അള്ളാഹു എന്നോട് റഹ്മത്ത് ചെയ്യണേ. എന്റെ റൂഹിനെ നീ എന്റെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞേക്കുകയാണെങ്കിൽ ഫർഹംഹാ, എന്റെ ശരീരത്തോട് കരുണ കാണിക്കണേ റബ്ബേ. എന്റെ ശരീരത്തെ നീ സംരക്ഷിക്കണേ റബ്ബേ. ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ, ജീവനോടെ ജീവിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ നീ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ നീ എന്നെ സംരക്ഷിക്കണമേ എന്ന ദിക്ർ ചൊല്ലിയിട്ടാണ് ഉറക്കത്തിലേക്ക് നമ്മൾ പോവേണ്ടത്. ഉറങ്ങുമ്പം പറയാ റബ്ബേ എന്റെ റൂഹിനെ നിന്റെ കയ്യിൽ തരാട്ടോ പഠിച്ചവനെ. ഈ ഉറക്കത്തിൽ നീ എന്നെ അങ്ങ് മരിപ്പിക്കുകയാണെങ്കിൽ എന്റെ ശരീരത്തോട് റഹ്മത്ത് കാണിക്കണേ റബ്ബേ. എന്റെ റൂഹിനെ നീ തിരിച്ചു തരികയാണെങ്കിൽ എനിക്ക് നീ സംരക്ഷണവും തരണം. ഉണർന്നാലുള്ള നന്മകൾ ഉറങ്ങുന്നതിന് മുമ്പേ നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങൾ ഉറങ്ങേണ്ടത്. ആ ഉറങ്ങുന്ന നേരത്ത് റൂഹിനെ അള്ളാഹു പിടിക്കുന്നുണ്ട്.
ആ പിടിക്കുന്ന നേരം പടച്ചവനെ നീ തിരിച്ചു തരാതെ അവിടെ തന്നെ വെച്ച് എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ എന്നോട് റഹ്മത്ത് ചെയ്യണേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് ദുആയിരക്കാൻ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഉണർന്നാൽ പറയേണ്ടത് അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി വഅഫാനി ഫീ ജസദി വഅദിന ലീ ബിദിക്രി. അൽഹംദുലില്ലാഹ്, പടച്ചവനെ നിനക്ക് സ്തുതി. നമ്മൾ വേറെയും ദിക്റുകളുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അതിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ചു നോക്കൂ. അൽഹംദുലില്ലാഹ് ഉണർന്നു കഴിഞ്ഞാൽ പറയേണ്ടത് അതാണ്. നമ്മൾ പലപ്പോഴും കട്ടൻ ചായ എന്ന് പറഞ്ഞിട്ടാകാൻ എഴുന്നേൽക്കില്ലേ? ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ, റബ്ബേ നീ എനിക്ക് ജീവൻ തന്നല്ലോ. ബഅദ ഇദ് അമാതനാ, നീ ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവൻ തന്നല്ലോ റബ്ബേ. ഉറക്കൊരു മരണല്ലേ? കുളിപ്പിക്കാൻ എടുത്തുവെച്ചാൽ അറിയോ? നമ്മളൊക്കെ അങ്ങനെ ഉറക്കത്തിൽ ചില ആൾക്കാരുടെ ഉറക്കിൽ എന്ത് എടുത്തു കൊണ്ടുപോയാലും അറിയാത്ത കുട്ടികളൊക്കെ അല്ലേ, ചെറുപ്പക്കാരൊക്കെ ഉറക്കിന്റെ ഘാടത്തിൽ. സുബ്ഹാനല്ലാഹ്, ഉറക്കിൽ നമ്മളൊന്നും അറിയുന്നില്ല. അല്ലാഹുവേ, അല്ലാഹുവേ നീ ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ചവനാണ്. ഇന്നത്തെ ഒരു ദിവസം കൂടെ നീ എനിക്ക് തന്നല്ലേ. അത് വിചാരിച്ച് ഞാൻ തീരെ മരിക്കൂല എന്ന് അതിനർത്ഥമല്ലല്ലോ. വഇലൈഹിൻ നുശൂർ, അല്ലാഹുവേ നിന്നിലേക്ക് തന്നെയാണ് എനിക്ക് തിരിച്ചു വരാനുള്ളത്. ഇതാണ് നമ്മൾ ഉണർന്നാൽ പറയുന്നത്. അതൊരു ദിക്ർ. അതേപോലെ സുന്നത്തുള്ള ദിക്റാണ് അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി വഅഫാനി ഫീ ജസദി വഅദിന ലീ ബിദിക്രി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാൻ പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ. അല്ലദീ റദ്ദ അലയ്യ റൂഹി, എന്റെ റൂഹിനെ നീ മടക്കി തന്നുവല്ലോ. വഅഫാനി ഫീ ജസദി, എന്റെ ശരീരത്തിന് ആരോഗ്യം തന്നില്ലയോ റബ്ബേ. വഅദിന ലീ ബിദിക്രി, നിനക്ക് ദിക്ർ ചൊല്ലാൻ എന്നെ ഓർമ്മിപ്പിച്ചുവല്ലോ, അതിന് നിനക്ക് നന്ദി അല്ലാഹ്. ഇത് ഉണർന്നാൽ പറയണം. ഒരു ജനനം ഒരു മരണം കഴിഞ്ഞ് ജനനത്തിലേക്ക് വരലാണ്. ഓരോ ഉറക്കവും ഒരു മരണമാണ്, ഓരോ ഉണർച്ചയും ഒരു ജനനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവുകളെ ഇങ്ങനെ എടുക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകളാണ് മനുഷ്യ ശരീരം മരിക്കുമ്പോൾ ആത്മാവിനെ പൂർണ്ണമായി വലിച്ചെടുക്കുന്നത്. അള്ളാഹുവിന്റെ മലക്കുകളിൽ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം, അവരുടെ കൂടെ എത്രയോ അള്ളാഹുവിന്റെ മലക്കുകൾ അവർക്ക് സഹായത്തിനുണ്ട്. ഈ പ്രപഞ്ചം ഒന്നാകെ ഒരു കടുകുമണിയുടെ അത്രയാ അസ്റായീൽ അലൈഹിസ്സലാമിന്. വിരലിങ്ങനെ വെച്ചാൽ അല്ല, എങ്ങനെ ഇപ്പൊ ചെങ്ങരയിൽ ഇപ്പൊ ഇന്നലെ മരിച്ചു, അതേ സമയത്ത് ന്യൂയോർക്കിൽ മരിച്ചില്ലേ, എങ്ങനെയപ്പോ നമ്മുടെ മലക്കുൽ മൗത്ത് അങ്ങോട്ടൊക്കെ എത്തുന്നത്? ഇത്രയേ ഉള്ളൂ. ഒരു കടകുമണി ഇങ്ങനെ വിരലിന്റെ അടി വെച്ചാൽ എങ്ങനെ ദുന്യാവ് മൊത്തം മലക്കിന് അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പൊ എന്തിനാ ബേജാറാണ്? ആ മലക്കിന് കടന്നു വരാൻ ചുമരുകൾ തടസ്സമല്ല. വാതിലുകൾക്ക് എത്രയായിരം പൂട്ടുവെച്ചാലും മലക്കുൽ മൗത്തിനകത്ത് കടക്കാൻ കഴിയും. കരിങ്കല്ലുകൾ ഭിത്തികളാണെങ്കിലും മലക്കുൽ മൗത്ത് അരികത്തേക്ക് വരും. ഒന്നും തടസ്സമല്ലാത്ത കാലവും സമയവും സ്ഥലവും മലക്കിന് തടസ്സമല്ല. മരണം അല്ലാഹു നിശ്ചയിച്ച സമയമെത്തുമ്പോൾ റൂഹിനെ പിടിക്കാൻ വരുന്നു അല്ലാഹുവിന്റെ മലക്കുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, റൂഹ് ശരീരത്തിൽ നിന്ന് പിരിയുന്നത് തലഭാഗത്തിലൂടെയാണ്, കാലിലൂടെയല്ല. തലഭാഗത്തുകൂടെയാണ് റൂഹിനെ കൊണ്ടുപോകുന്നത്. ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും ദേഹിയെ കൊണ്ടുപോകുന്നത്. ദേഹി, അതാണ് റൂഹ് എന്ന് പറയുന്നത്. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ നമ്മുടെ ഈ പരിപാടിയോട് സഹകരിച്ചിട്ടുണ്ട്. ഇവിടെ വളണ്ടിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഒന്ന് രണ്ടാള് മക്കളില്ലാത്തതിന് ദ്വാരക്കാനും വേണ്ടി ഇവിടെ സംഭാവനയും ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവരുടെ സംഭാവന അവരെ ഏതൊരു ഉദ്ദേശത്തിന് തന്നുവോ ആ ഉദ്ദേശം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ ഈ സദസ്സിന്റെ പുണ്യം കൊണ്ട്, റമദാനിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ദേഹിയാണ്, റൂഹിനെ ദേഹി എന്ന് പറയും. ദേഹവും ദേഹിയും ശരീരത്തിൽ നിന്നതിനെ കൊണ്ടുപോകുന്നത് തലഭാഗത്തിലൂടെയാണ്. നമ്മൾ ആരും അധികം ചർച്ച ചെയ്യാത്ത ഒരു ഭാഗമാണ് റൂഹിനെ കുറിച്ച്. നമ്മൾ ആരും ഇങ്ങനെ കേൾക്കാൻ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെടൂല, പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളൊക്കെ അതിൽപ്പെട്ട ആളുകളാണ്. നമുക്ക് റൂഹുണ്ട്. ആ റൂഹ് എത്രയോ കാലങ്ങളായി ഉള്ളതാണ്. നമ്മൾ മരിച്ചാലും റൂഹുണ്ട്. നമ്മൾ ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുമ്പും നമ്മളെന്ന റൂഹ് അപ്പോഴും ഉണ്ട്. ആ റൂഹിന്റെ രൂപം എന്താണ്, കോലം എന്താണ്, അള്ളാഹുവിനെ അറിയൂ, നമുക്കറിയില്ല.
ശരീരത്തിൽ നിന്ന് റൂഹിനെ കൊണ്ടുപോകുന്നത് തലഭാഗത്തിലൂടെയാണ്. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് പല ആളുകളും കണ്ണുയർത്തി മേലോട്ട് നോക്കാറുണ്ട്. കണ്ണുയർത്തി മേലോട്ട് നോക്കാറുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അബൂ സലമ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. മഹാനവറുകളുടെ കണ്ണുകൾ തുറന്നു കിടക്കുകയാണ്. ആദ്യമായി വീട്ടിലേക്ക് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രണ്ട് കണ്ണുകളും അടച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്നർ റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസറു. റൂഹിനെ അല്ലാഹുവിന്റെ മലക്കുകൾ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ റൂഹ് ആകാശ ലോകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ണുകൾ നോക്കി നിൽക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മരിക്കുന്ന ആളുകൾ കണ്ണുമേലോട്ട് ഉയർത്തുന്നത്. ഇന്നർ റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസറു. റൂഹിനെ പിടിക്കപ്പെടുമ്പോൾ കണ്ണുകൾ അതിനെ പിന്തുടരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാര് റസൂലുള്ളാഹി തങ്ങൾ ഈ പറഞ്ഞത് കേട്ടുകൊണ്ട് കരയാൻ തുടങ്ങി, ഒച്ച വെച്ച് കരയാൻ തുടങ്ങി. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒച്ച വെച്ച് കരയല്ലിൻ. അബൂ സലമ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അബൂ സലമയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒച്ച വെച്ച് കരയല്ലേ. ലാ തദഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈരിൻ. മരണം നടക്കുമ്പോൾ നിങ്ങൾ വെപ്രാളപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞു പോവരുത്. നിങ്ങൾ നല്ലതേ പറയാവൂ, നല്ലതേ പറയാവൂ. ചിലര് പറയും, ഭർത്താവ് മരിച്ചാൽ പടച്ചോനെ എന്നെ അങ്ങ് കൊണ്ടുപോയിക്കോ, എന്തിനാണ് എന്റെ മക്കളെയും എന്നെയും ബാക്കിയാക്കിയത്, ഞങ്ങളെയും അങ്ങ് കൊണ്ടുപോയിക്കൂടായിരുന്നോ, ഞാനും വരുന്നു ഖബറിലേക്ക്, എന്നെയും കൊണ്ടുപോയിക്കോളൂ, പടച്ചവനെ നീ എന്തിനെന്നെ ബാക്കിയാക്കി എന്നൊക്കെ പറഞ്ഞു പോകുന്നവർ അങ്ങനെ പറയല്ലേ. ലാ തദഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈരിൻ. നിങ്ങൾ നന്മയെ പറയാവൂ. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് മലക്കുകൾ ആമീൻ പറയും. അതുകൊണ്ട് മോശപ്പെട്ടത് പറഞ്ഞു പോവല്ലേ. മരണം സംഭവിച്ചത് സങ്കടം തന്നെയാണ്. ആത്മാവിനെ പിന്തുടരുകയായിരുന്നു അബൂ സലമയുടെ കണ്ണുകൾ റളിയല്ലാഹു അൻഹു. ആ മരണം സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറയല്ലേ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ വാക്കുകൾ പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മാവുകളുടെ യാത്ര വളരെ മനോഹരമാണ്. ശുഹദാക്കൾ, അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്നവരെ, ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള കാലത്ത് ഇസ്ലാമിക ഗവൺമെന്റിന്റെ അധികാരിയായ അമീർ അല്ലെങ്കിൽ ഒരു ഖലീഫ രാജ്യം പ്രതിസന്ധിയെ നേരിടുമ്പോൾ യുദ്ധം പ്രഖ്യാപിക്കും. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി, ദീനിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഉത്തരവിറക്കുമ്പോൾ നടക്കുന്ന യുദ്ധമാണ് ശരിയായ യുദ്ധം. ആ യുദ്ധത്തിൽ ഷഹീദാകുന്നവരാണ് ഷഹീദുകൾ, ശുഹദാക്കൾ എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ട ഷഹീദുകൾ ഉണ്ടാകാം. ഒരു യുദ്ധത്തിൽ നടക്കുന്ന ഷഹീദ് അങ്ങനെയാണ്. ചാവേർ ആക്രമണങ്ങളിൽ അവരവരുടെ തോന്നലുകൾക്കനുസരിച്ച് അവനവൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നതനുസരിച്ച് ചെയ്തു കൂട്ടുന്നവ ഷഹാദത്താണെന്ന് പറയാൻ കഴിയുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നോക്കൂ. അർവാഹു ശുഹദാഇ ഫീ ത്വയ്രിൻ ഖുദുരിൻ തഅല്ലഖു മിൻ സമരിൽ ജന്നah. റൂഹുകൾ, ശുഹദാക്കളുടെ ആത്മാവുകൾ, അവരുടെ ശരീരം ഭൂമിയിലായി ആ റൂഹുകൾ ആത്മാക്കളുടെ ലോകത്തേക്ക് കയറിപ്പോകുന്നു. അർവാഹു ശുഹദാ, ശുഹദാക്കളുടെ റൂഹുകൾ ഫീ ത്വയ്രിൻ ഖുദുരിൻ, പച്ച നിറമുള്ള പക്ഷികളുടെ ഉള്ളിലാണ്. തഅല്ലഖു മിൻ സമരിൽ ജന്നah, സ്വർഗത്തിന്റെ പഴങ്ങൾ തിന്ന് ജീവിക്കുന്ന, സ്വർഗത്തിന്റെ വൃക്ഷങ്ങളിൽ പാറിക്കളിക്കുന്ന, തഅകുലു മിൻ സമരിൽ ജന്നah, സ്വർഗത്തിന്റെ പഴവർഗ്ഗങ്ങൾ തിന്നുകൊണ്ട് ജീവിക്കുന്ന പച്ച നിറമുള്ള പക്ഷികളുടെ ഉള്ളിലാണ് ശുഹദാക്കളുടെ റൂഹുകളെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഅൽനാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ മസ്റൂഖ് തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ ചോദിച്ചിട്ടുണ്ട്, നബിയേ, ആലു ഇമ്രാനിലെ 169-ാമത്തെ ആയത്ത് സ്വഹാബികൾ ചോദിക്കുകയാണ്, നബിയേ, വലാ തഹ്സബൻ
الذين قتلوا ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. എന്താണ് നബിയെ ഈ ആയത്തിന്റെ അർത്ഥമെന്ന് സ്വഹാബിമാർ ഹബീബിനോട് ചോദിച്ചിട്ടുണ്ട്. ആയത്തിന്റെ അർത്ഥം വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുന്ന ആളുകളെ അംവാതാ, അവർ മരിച്ചവരാണെന്ന് വിചാരിക്കരുതേ. ബൽ അഹ്യാ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ അരികത്ത്. യുർസഖൂൻ, അവർക്കാവശ്യമായ ഭക്ഷണങ്ങൾ അവർക്ക് നൽകപ്പെടുന്നുണ്ട്. രക്തസാക്ഷികൾ മരിച്ചവരല്ല എന്ന് പരിശുദ്ധ ഖുർആൻ 2 സ്ഥലങ്ങളിലാണ് പറഞ്ഞത്. ഞങ്ങൾ നബിയോട് ചോദിച്ചു, നബിയേ എന്താണ് ഈ ആയത്തിന്റെ ആശയം എന്ന് പറഞ്ഞപ്പോ ഫഖാല, ലോകത്തിന്റെ ഗുരു ഞങ്ങളെ പഠിപ്പിച്ചു, അർവാഹുഹും ഫീ ജൗഫി ത്വയ്രിൻ ഖുദുരിൻ ലഹാ ഖനാദീലു മുഅല്ലഖതും ബിൽ അർശ്. സ്വർഗ്ഗത്തിലൂടെ പാറിക്കളിക്കുന്ന പച്ച നിറത്തിലുള്ള പക്ഷികളുണ്ട്, മനോഹരമായ പക്ഷികള്. ആ പക്ഷികളാണെങ്കിലോ അർശിന്റെ തൂണുകളിൽ കെട്ടിത്തൂക്കി വെച്ചിട്ടുള്ള മനോഹരമായ വിളക്കുമാടങ്ങളിൽ ചെന്ന് അഭയം പ്രാപിക്കുന്ന പക്ഷികള്. തസ്റഹു മിനൽ ജന്നതി ഹൈതു ശാഅത്, സ്വർഗ്ഗത്തിൽ എവിടെ വേണമെങ്കിലും അവർക്ക് പാറിക്കളിക്കാം. ثم تأوي إلى تلك القناديل, അർശിന്റെ മീതെ തൂക്കിയിട്ടിരിക്കുന്ന വിളക്കുകളിലേക്ക് ആ പക്ഷികൾ അഭയം തേടി വരികയും ചെയ്യും. അങ്ങനെ ഫത്വലാ ഇലൈഹിം റബ്ബുഹും ഇത്ലാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പക്ഷികളുടെ ഉള്ളിൽ കിടക്കുന്ന രക്തസാക്ഷികളുടെ ആത്മാക്കളോടായി അല്ലാഹു ചോദിക്കുന്നു, ഹൽ തഷ്തഹൂന ശൈആ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്റെ ശുഹദാകളെ? ഖാലൂ, അവര് പറയും, അയ്യു ശൈഇൻ നസ്തഹി വനഹ്നു നസ്റഹു മിനൽ ജന്നതി ഹൈതു ശിനാ. അല്ലാഹുവേ, ഈ സ്വർഗ്ഗലോകത്ത് പാറിക്കളിക്കാൻ കഴിഞ്ഞ ഞങ്ങൾക്ക്, ഈ സ്വർഗ്ഗലോകത്തുകൂടെ എവിടെ വേണമെങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഞങ്ങൾക്ക് ഇനി എന്താണ് പടച്ചവനെ നിന്നോട് ചോദിക്കാനുള്ളത്? ഞങ്ങൾക്ക് എന്ത് വേണം റബ്ബേ, എന്ത് വേണം? അല്ലാഹു ആത്മാക്കളോടായി വീണ്ടും ചോദിക്കുന്നു, ഹൽ തഷ്തഹൂന ശൈആ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ, എന്തെങ്കിലും വേണോ, എന്തെങ്കിലും വേണോ? ഹൽ തഷ്തഹൂന ശൈആ, 3 തവണ ചോദിക്കുമ്പോൾ അവരോ അല്ലാഹുവിനോട് മറുപടി പറയും, യാ റബ്ബ്, അല്ലാഹുവേ, നുരീദു അൻ തറുദ്ദ അർവാഹനാ ഫീ അജ്സാദിനാ, ഞങ്ങളുടെ ആത്മാവുകളെ ഞങ്ങളുടെ ശരീരത്തിലേക്കൊന്ന് തിരിച്ചു തരുമോ? ഹത്താ നുഖ്തല ഫീ സബീലിക മറത്തൻ ഉഖ്റാ, ഒരിക്കലൂടെ നിനക്ക് വേണ്ടി ജീവൻ കൊടുത്ത് മരണപ്പെടാൻ, ഷഹീദാവാൻ ആഗ്രഹമുണ്ട് എന്ന് അവരാഗ്രഹം പറയുമ്പോൾ അത് അല്ലാഹു പറയുന്നുണ്ട്, ഇനി നടക്കാൻ പോകുന്നതല്ല. وأنكم إليها لا ترجعون, നിങ്ങൾ ഭൂമിയിലേക്ക് രണ്ടാമത് തിരിച്ചു വരുന്നവരല്ല. അവർക്ക് മറ്റൊന്നും പറയാനില്ല. റബ്ബേ, ശുഹദാഇന് ഇത്രയും സ്ഥാനം നീ നൽകുന്നുവെങ്കിൽ ഒരിക്കലൂടെ ഒരു ഷഹാദത്ത് ഞങ്ങൾക്ക് നൽകുമോ? ഫലമ്മാ റആ അന്നഹും ലൈസ ലഹും ഹാജ തറക്കഹും, അവർക്ക് കാര്യമായ ആഗ്രഹങ്ങൾ മറ്റൊന്നും പറയാനില്ല എന്ന് വരുമ്പോൾ തറക്കഹും, അല്ലാഹു പിന്നെ അവരോടൊന്നും ചോദിക്കുന്നില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ റൂഹ് ആകാശലോകത്തേക്ക് ഉയർന്നു പോകുന്നതാണ്. താഴേക്ക് വരുന്നവയുണ്ട്, മേലോട്ട് കയറുന്നവയുണ്ട്, ഇറങ്ങി വരുന്നവയുണ്ട്. തലഖത്തിൽ മലായികതു റൂഹ റജുലിൻ മിമ്മൻ കാന ഖബ്ലകും, സ്വഹീഹായ ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തലഖത്തിൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ, റൂഹ റജുലിൻ മിമ്മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരിൽപ്പെട്ട ഒരു മനുഷ്യന്റെ റൂഹിനെ അല്ലാഹുവിന്റെ മലക്കുകൾ സ്വീകരിച്ച ഒരു നേരം, ഫഖാല ലാ, ആ റൂഹ് പറഞ്ഞു ഇല്ല എന്ന്. ഖാലൂ, അവർ റൂഹിനോട് ചോദിച്ചു, തദക്കർ, നീയൊന്ന് ഓർത്തു നോക്ക് എന്ന്. ആത്മാവിന് ഓർമ്മയുണ്ടാകും, ആത്മാവിന് ഓർമ്മശക്തിയുണ്ട്. തദക്കർ, മലക്കുകൾ പറയും, അയാളോട് ചോദിച്ചു, തദക്കർ,
നീ ഒന്ന് ഓർത്തു നോക്ക് എന്തെങ്കിലും ഒരു നന്മ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടുണ്ടോ? ഖാല ഓർത്തെടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു, കുൻതു ദാഹിമുന്നാസ് ഫആമുറു ഫിത്യാനി അൻ യുൻദിറുൽ മുഅ്സിറ വയതജവ്വസു അനിൽ മൂസിരി. ഞാൻ ആളുകൾക്ക് പൈസ വായ്പ കൊടുക്കുന്ന ആളായിരുന്നു. ആളുകൾക്ക് കാശിന് പൈസ ഞാൻ ആവശ്യം വരുമ്പോ വായ്പ കൊടുക്കാറുണ്ട്. വട്ടിപ്പലിശയല്ല ഇത്. വട്ടിപ്പലിശ ഏത് വട്ടിയാവട്ടെ അല്ലാത്തതാവട്ടെ പലിശ നമുക്ക് ഹറാമാണ്. പൈസ കൊടുത്ത് പൈസക്ക് ഏറെ വാങ്ങിക്കുന്നത് ഹറാമാണ്. 1000 കൊടുത്തിട്ട് തിരിച്ചു തരുമ്പോൾ 1100 വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നത് അത് പലിശയാണ്. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ്. കാശ് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒരേ കറൻസി വെച്ചിട്ട് ഏറെ വാങ്ങിക്കാൻ പാടില്ല. 1000 കൊടുത്തിട്ട് 1100 വാങ്ങിക്കുക, അല്ലെങ്കിൽ 1000 കൊടുത്തിട്ട് 1200. പാവപ്പെട്ടവരെ സഹായിച്ചിരുന്നു ഞാൻ, കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുൻതു ഉദാഹിമുന്നാസ്. അങ്ങനെ എന്റെ കാശ് പിരിക്കുന്ന ചെറുപ്പക്കാർ, അവരോട് ഞാൻ പറയും അയ്യുൻദിറുൽ മുഅ്സിറ. പാവപ്പെട്ട ആളുകൾ കാശ് തിരിച്ചു തരാൻ കഴിയാതെ വിഷമിക്കുമ്പോ അവർക്കൊരു സാവകാശം ചെയ്തു കൊടുക്കാം. 1 മാസം കഴിഞ്ഞ് തിരിച്ചു തരാൻ പറഞ്ഞതാണ്, 1 മാസമായല്ലോ ഇനിയും തന്നില്ലല്ലോ എന്ന് പറഞ്ഞവരെ ബുദ്ധിമുട്ടാക്കരുത്. അവരോട് ഒരൽപ്പം കൂടെ സാവകാശം ചെയ്തു കൊടുക്കാൻ ഞാൻ പറയും. സാവകാശം ചെയ്യാൻ 4 മാസം കൂടെ കഴിഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതി. വയതജവ്വസു അനിൽ മൂസിരി. കഴിവുള്ള ആളുകളെ, മുതലാളിമാരായ ആളുകളെ, അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട് ഞാൻ. പാവപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാറുണ്ട്. ആ ഒരു നന്മ ഞാൻ ചെയ്തത് ഓർമ്മയുണ്ട്. ഖാലല്ലാഹു അസ്സ വജല്ല. ആ മനുഷ്യന്റെ സംഭാഷണം, മലക്കുകളും ആത്മാവും തമ്മിലുള്ള സംഭാഷണം, അള്ളാഹു ഇടപെടുകയാണ്. തജവ്വസു അൻഹു, തജവ്വസു അൻഹു. എന്റെ അടിമയെ വിട്ടോളൂ, അവനെ വിട്ടോളൂ, അവനെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കരുത്, അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തോളൂ, ഞാൻ മാപ്പാക്കി കൊടുത്തിരിക്കുന്നു എന്ന് ആ റൂഹിനോട് അള്ളാഹു മറുപടി പറയുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസുണ്ട്, വളരെ പ്രബലമായ ഹദീസാണ്. നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ റൂഹിനോട് അള്ളാഹുവിന്റെ മലക്കുകൾ സംസാരിച്ചത്. മനുഷ്യ ശരീരത്തിൽ നിന്നും ആത്മാവ് പിരിയുന്ന ഒരു നേരം, അള്ളാഹുവേ ദുന്യാവിനോട് വിട പറയുന്ന നേരമാണത്. ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയമാണത്. നമ്മുടെ കൂടെയുള്ളവർ പലരും മരിച്ചുപോയി കഴിഞ്ഞു. അള്ളാഹുവിന്റെ ഖബറിടങ്ങളൊക്കെ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. 3 കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ടവർ കിടക്കുകയാണ് ഖബറിന്റെ ഉള്ളിൽ. അതൊന്നുകിൽ സ്വർഗത്തിന്റെ ഒരു കഷ്ണമാണ്, അല്ലെങ്കിൽ നരകത്തിന്റെ ഒരു കഷ്ണമാണ്. അള്ളാഹുവേ, സത്യവിശ്വാസികളായ മുഅ്മിന് മുഅ്മിനാത്തുകളുടെ ഖബറുകളെ നീ സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കണമേ റഹ്മാനെ, സ്വർഗമാക്കി കൊടുക്കണേ റബ്ബേ. അവരിൽ ഞങ്ങളുടെ ബന്ധുക്കളുണ്ട്, മാതാപിതാക്കളുണ്ടാകാം, വല്യപ്പ വല്യമ്മമാരുണ്ട്, കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, അയൽവാസികളുണ്ട്. അള്ളാഹുവേ, അവരുടെ ഖബറുകളെ നീ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ, സ്വർഗത്തോപ്പാക്കണേ റബ്ബേ. ശരീരം ആത്മാവും വേർപിരിയുന്ന ഒരു നേരം, ശരീരം ആത്മാവിനോട് യാത്ര പറയുന്നു, ആത്മാവ് ശരീരത്തോട് യാത്ര പറയുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഒരു കുഞ്ഞ് മരിക്കാറായിട്ടുണ്ട്. 1 വയസ്സായ കുഞ്ഞാണിത്, ഒരു ചെറിയ പൈതല്. 1 വയസ്സുള്ള മോന് ലോകത്തോട് വിട പറയുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിൽ സ്വഹാബത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അർസലത്, അവർ അല്ലാഹുവിന്റെ റസൂലിനെ വിവരം അറിയിച്ചു. റസൂലുള്ളാഹി തങ്ങളോട് വീട് വരെ ഒന്ന് വരാൻ പറയണം, എന്റെ മോന് തീരെ സുഖമില്ലെന്ന് പറയാൻ പറയണം. മോന് സുഖമില്ലെന്നാണ് പറയുന്നത്. ഫഅർസല ഇലൈഹാ മുഅസ്സിയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരക്കിലാണ്, സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുകയാണ്, വരാൻ കഴിയില്ല. മുത്തനബി തങ്ങൾ ആ പരിശുദ്ധ വീട്ടിലേക്ക് സ്വന്തം മോളോട് സൈനബ് ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബി തങ്ങൾ മുഅസ്സിയ അനുശോചനം അറിയിച്ചുകൊണ്ട് നബിയുടെ സന്ദേശം കൊടുത്തയച്ചു. എന്താ നബി തങ്ങൾ പറഞ്ഞത്? മോളെ, കുഞ്ഞിന്റെ സുഖത്തിൽ വേദനിക്കരുത്. കുഞ്ഞിന്റെ അസുഖം മൂർച്ഛിച്ചാൽ അവസാനം സംഭവിക്കുന്നത് കുഞ്ഞ് മരിക്കുമെന്നല്ലേ? അത്രയല്ലേ സംഭവിക്കൂ. ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅതാ. തന്നത് അല്ലാഹുവിൻ്റെതല്ലേ, കൊണ്ടുപോകുന്നതും അല്ലാഹുവിൻ്റെതല്ലേ. മക്കളെ തന്നവൻ അല്ലാഹുവല്ലേ, കൊണ്ടുപോകുന്നതും അല്ലാഹുവല്ലേ.
അള്ളാഹു തന്നതവൻ കൊണ്ടുപോകുന്നു എന്നതല്ലാതെ നമ്മളിൽ നിന്നൊന്നും അവൻ പിടിച്ചു പറിച്ചതല്ലല്ലോ. ലില്ലാഹി മാ അഖദ വലില്ലാഹി മാ അഅതാ. തന്നതും കൊടുക്കുന്നതും എടുക്കുന്നതും അല്ലാഹുവാണ്. വകുല്ലു ഷൈഇൻ ഇൻദഹു ഇലാ അജലിൻ മുസമ്മാ. ഏതൊരു ശരീരവും അല്ലാഹു കണക്കാക്കിയ കാലമേ ഭൂമിയിൽ ജീവിക്കൂ. നമ്മൾ 90 വയസ്സ് വരെ ജീവിക്കാൻ കൊതിച്ചിട്ട് കാര്യമില്ല. നമുക്ക് 25-ലാണോ മരണം, 35-ലാണോ 45-ലാണോ 50-ലാണോ 60-ലാണോ അല്ലാഹുവിന് മാത്രമേ അറിയൂ. ആർക്കും കൊതിച്ചിട്ട് കാര്യമില്ല. കുല്ലു ഷൈഇൻ ഇൻദഹു ഇലാ അജലിൻ മുസമ്മാ. ഏതൊരു വസ്തുവും, ഈ ലോകം പോലും, ഈ രാജ്യവും ഈ ഭൂമിയും എല്ലാം അള്ളാഹു നിശ്ചിതമായ സമയം കഴിഞ്ഞാൽ നശിപ്പിക്കാൻ പോകുന്നതാണ്. അതിനാണ് ഇസ്ലാമിക വിശ്വാസങ്ങളിൽ യൗമുൽ ഖിയാമ എന്ന് പറയുന്നത്, അന്ത്യനാൾ എന്ന് പറയുന്നത്. ഈ ഭൂമിക്കും ഒരു മരണമുണ്ട്. നമ്മൾ മരിക്കും, ഭൂമിയും മരിക്കും, സൂര്യനും ചന്ദ്രനും എല്ലാം മരിക്കും. എല്ലാം നശിക്കാൻ പോകുന്നവയാണ്. അല്ലാഹു ഒഴികെ പടച്ചതമ്പുരാന്റെ പരിശുദ്ധമായ ദാത്തൊഴികെ എല്ലാം മരണത്തിന് വിധേയമാകും. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. അല്ലാഹു ഒഴികെ എല്ലാം ഇവിടുന്ന് എല്ലാം ഇല്ലായ്മയിലേക്ക് പോകുന്നവയാണ്. അല്ലാഹുവിന്റെ ദാത്തൊഴികെ. മോളെ ഫൽ തസ്ബിർ വൽ തഹ്തസിബ്. എന്റെ മോൾ ക്ഷമിക്കണേ. കുഞ്ഞിന്റെ അസുഖത്തിൽ മോളെ അല്ലാഹുവിനോട് ക്ഷമിക്കണം. വൽ തഹ്തസിബ്, അല്ലാഹുവിനോട് പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്തോളൂ. നമുക്ക് ഉണ്ടാകുന്ന മുസീബത്തുകളിൽ ക്ഷമിച്ചാൽ കൂലിയുണ്ടല്ലോ. അതുകൊണ്ട് മോളെ ക്ഷമിക്കണേ, സഹിക്കണേ. അല്ലാഹു തന്നതല്ലേ കൊണ്ടുപോകുന്നത്. എല്ലാം ഇവിടെ ഒരു നിശ്ചിതമായ സമയത്തേക്കല്ലേ. കുഞ്ഞുങ്ങളും മരിക്കും, പ്രായമുള്ളവർ മരിക്കും, യുവാക്കൾ മരിക്കും, ചെറുപ്പക്കാര്, മധ്യവയസ്സുള്ളവര്, സ്കൂളിൽ പോകുന്ന മക്കള്, ആർക്കൊക്കെയാണ് മരണം? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഒരു കുഞ്ഞ് പുറത്തു വീണാൽ പിന്നെ ആ കുഞ്ഞിന് എപ്പോഴും മരണം സംഭവിക്കാം. അതല്ലയോ ലോകം. അഖ്സമത് അലൈഹി അൻ യഅതിയഹാ. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഈ ദുഃഖകരമായ സന്ദേശം, നബി തങ്ങളുടെ അനുശോചന സന്ദേശം സൈനബ് ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഇഷ്ടം അങ്ങ് മതി വന്നില്ല. ബീവി പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ സത്യം ചെയ്ത് പറയുന്നു, എന്റെ ഉപ്പ വീട് വരെ വന്നേ പറ്റൂ. സത്യം ചെയ്താൽ പിന്നെ ആ സത്യം നിർവഹിക്കാൻ നബി ഞങ്ങൾ സഹായം ചെയ്യാറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് വരണമെന്നാണ് മോളി നിർബന്ധം പിടിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുടെ കൂടെ തന്നെ എഴുന്നേറ്റ് പോന്നു. ആ സംഘത്തിലുണ്ട് മുആദ് ഇബ്നു ജബൽ, ആ സംഘത്തിലുണ്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ആ സംഘത്തിലുണ്ട് ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹും. ഈ മഹാന്മാരായ 3 സ്വഹാബിമാർ, അവര് 3 പേരും ഹബീബിന്റെ കൂടെയുണ്ട്. മരണം സംഭവിക്കുന്ന ഒരു വീട്ടിലേക്കാണ് വരുന്നത്. ഒരു കുഞ്ഞിന്റെ പിഞ്ചു ശരീരത്തിൽ നിന്ന് ആ കുഞ്ഞിന്റെ റൂഹ് യാത്ര പിരിയുന്ന ഒരു രംഗമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഫലമ്മാ ദഖൽനാ നാവലു സ്വബിയ റസൂലല്ലാഹ്. ആ വീട്ടിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ ആ കുഞ്ഞിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിലേക്ക് അവർ കൊടുത്തു. വറൂഹുഹു തഖഅഖഉ ഫീ സ്വദ്രിഹി. ആ കുഞ്ഞിന്റെ ആത്മാവ്, റൂഹ് നെഞ്ചിൽ കിടന്ന് പിടക്കുന്നത് കാണാൻ കഴിയുമായിരുന്നു. കഅന്നഹാ ശന്ന, ഒരു പാത്രം പോലെ, ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് തിളച്ചുമറിയുന്ന പോലെ ആ പിഞ്ചു പൈതലിന്റെ ശരീരത്തിന്റെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് റൂഹിന്റെ പിടക്കല് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഫബകാ റസൂലുള്ളാഹ്, കരുണയായിരുന്ന റസൂൽ കരഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഅസ്സുറൻ ലിഹാലി സ്വബിയ്യില്ലദീ യഹ്തദിർ. മരണമാസന്നമാകുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ, റൂഹ് പിരിയാൻ പോകുന്ന റൂഹിനെ, ആ കുഞ്ഞിനെ കണ്ടപ്പോ ഹബീബായ നബി തങ്ങൾ കരയാൻ തുടങ്ങി. ഉബാദ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഫഖാല ലഹു ഉബാദ, ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു ഹബീബിനോട് ചോദിച്ചു, മാ ഹാദാ യാ റസൂലല്ലാഹ്. ആത്മാവുകളെ കുറിച്ച് പറഞ്ഞു തരുന്ന നബിയേ, റൂഹിനെ കുറിച്ച് പറഞ്ഞു തരുന്ന നബിയേ, മരണം എന്താണെന്ന് പറഞ്ഞു തരുന്ന നബിയേ, അങ്ങ് കരയുകയാണോ? എന്താ നബിയെ ഈ കാണുന്നത്?
അങ്ങ് കരയുകയാണോ? ഈ പിഞ്ചു കുഞ്ഞിനെ കണ്ടപ്പോൾ അങ്ങ് കരഞ്ഞുവോ എന്ന് ചോദിച്ചപ്പോ ഖാല ലോകത്തിന്റെ റഹ്മത്ത് അർ-റഹ്മത്തുൽ മുഹ്ദാ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന്റെ കരുണയാണ് നബിയെ അങ്ങ്, ലോകത്തിന് റഹ്മത്താണ് നബിയെ അങ്ങെന്ന് ഖുർആൻ പറഞ്ഞ ആ റഹ്മത്തായ നബി, കരുണയായ പ്രവാചകർ ഉരുവിടുകയാണ്. ഉബാദ, ഞാൻ ഈ കരയുന്നത് അക്ഷമ കാണിക്കുകയല്ല, ഞാൻ ഈ കരയുന്നത് അള്ളാഹുവിന്റെ വിധിയെ പഴിക്കുകയല്ല. ഉബാദ, ഞാൻ ഈ കരയുന്നത് അള്ളാഹു ഈ കുഞ്ഞിനെ മരിപ്പിക്കുന്നതിൽ ഞാൻ എന്റെ മനസ്സിന്റെ നോവറിയിക്കുകയല്ല. പിന്നെയോ അർ-റഹ്മ അല്ലതി ജഅലഹ അല്ലാഹു ഫീ ബനി ആദം, മനുഷ്യരിലേക്ക്, മനുഷ്യ മക്കളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു കരുണ കൊടുത്തിട്ടില്ലേ ഉബാദ? ആ കാരുണ്യമാണിത്, ആ കാരുണ്യമാണിത്. വഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹമാ. കരുണ ഹൃദയത്തിലുള്ളവരോടെ രക്ഷിതാവ് കരുണ കാണിക്കൂ ഉബാദ. ഇത് കരുണയാണ്, ഇത് ദയയാണ്, ഇത് വാത്സല്യമാണ്, ഇത് കരുണയുടെ അണപൊട്ടി ഒഴുകുന്ന കരുണയുടെ വർഷമാണിത്. ഇത് കരുണയാണ് ഉബാദ, റഹ്മത്താണ്. ഞാൻ അള്ളാഹുവിന്റെ ഖളായിൽ അക്ഷമ കാണിക്കുകയല്ല, റഹ്മത്തുള്ളവരോടല്ലേ അള്ളാഹു റഹ്മത്ത് കാണിക്കൂ. ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്കെന്റെ വേദന സഹിക്കാൻ കഴിഞ്ഞില്ല, എന്റെ കരുണയാണിത് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധമായ റമളാനിന്റെ രാവിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. റബ്ബേ, ഈ ലോകത്തോട് യാത്ര പറയുന്ന ഒരു നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ സഹായം നൽകണേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ എന്ന് നമുക്കും ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നമുക്കത് ദുആ ഇറക്കാം. അല്ലാഹുവേ, ഈ ലോകത്തോടുള്ള യാത്ര പറയൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിലാക്കി തരയണമേ. ആ വചനം ചൊല്ലുമ്പോ ശരീരത്തോട് വിട പറയുന്ന ആത്മാവിന് ആശ്വാസം വരുമെന്ന് പരിശുദ്ധ റസൂൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റൂഹ് ശരീരത്തോട് വിട പറയുന്നത് കടുത്ത ഒരു അനുഭവമാണത്. അലാ ഇന്ന ലിൽ മൗതി ലസകറാത്ത് യാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂമിൽ നമ്മളുടെ ഗുരു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 വയസ്സായി പനി പിടിച്ച് കിടക്കുകയാണ്. ഹബീബായ നബി തങ്ങളുടെ ആ കിടത്തം മരണത്തിലേക്കുള്ള ഒരു യാത്രയാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോലും നനച്ചിരുന്നില്ല. ബീവി റളിയല്ലാഹു അൻഹ തൊട്ടരികത്തെ ഹബീബിന് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പനിയുടെ ചൂട്, ആ ചൂടിൽ നിന്ന് ഒരൽപ്പം ആശ്വാസമാകാൻ നബി തങ്ങൾ ആ വെള്ളത്തിൽ കൈവച്ച് നെറ്റിയിൽ തടവുന്നുണ്ട്. ഹബീബായ തങ്ങൾ പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ ശ്രദ്ധിച്ചു കേട്ടു. ആയിഷ, അലാ അറിയണേ, ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിനൊരു പ്രയാസമുണ്ട് ആയിഷ, മരണത്തിനൊരു പ്രയാസമുണ്ട് ആയിഷ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ആ പ്രയാസം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നുണ്ട്. നോക്കണം, ഒരു വേദനിച്ചുകൊണ്ടാണ് ഈ ലോകത്തേക്ക് നമ്മൾ ജനിച്ചു വീഴുന്നത്. അങ്ങനെ ഒരു വേദനയോടെ തന്നെയാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നതും. അതിനിടയിലുള്ള ഏതാനും നേരത്തെ, കുറഞ്ഞ നേരത്തെ സന്തോഷം, മനുഷ്യന്റെ ജീവിതം അത്രയല്ലേ ഉള്ളൂ. ആ കുറഞ്ഞ നേരത്തെ സന്തോഷത്തിന് വേണ്ടിയാണ് പിണക്കങ്ങളായ പിണക്കങ്ങൾ, അതിനുവേണ്ടിയാണ് തർക്കങ്ങളും മടിയും പിടിയും, അതിനുവേണ്ടിയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങള്, അതിനുവേണ്ടിയാണ് മനുഷ്യര് ജാതിയും ചേരിയും തിരിഞ്ഞ് പരസ്പരം അടിപിടി കൂടുന്നത്. കുറഞ്ഞ നേരത്തെ വളരെ അള്ളാഹുവിനെ മാത്രം അറിയുന്ന ഒരു സമയം, എത്ര ആയുസ്സെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത കുറഞ്ഞ ഒരു ജീവിതം. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹു പ്രപഞ്ചത്തെ സംവിധാനിച്ചപ്പോ, ആകാശലോകങ്ങളെ പടച്ചപ്പോ, ഭൂമിയെ പടച്ചപ്പോ അർശിന്റെ വലതുഭാഗത്ത് ഒരു കറുത്ത മഴ പെയ്യുകയുണ്ടായി. ആ മഴ പെട്ടെന്ന്, ആ മഴ ഒരുപാട് നേരം പെയ്തുകൊണ്ടിരുന്നു. ഇപ്പുറത്തെ ഒരു വെളുത്ത മഴ, അത് വളരെ പെട്ടെന്ന് തീർന്നു. ഹബീബായ നബി തങ്ങൾ വ്യാഖ്യാനിച്ചു, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, ഒരുപാട് പെയ്തിറങ്ങിയ ആ കഠിനമായ കറുപ്പുള്ള കാർമേഘമുള്ള ആ മേഘം, ആ മഴ ഭൂമി ലോകത്തെ മനുഷ്യന്റെ സങ്കടങ്ങളാണ്. പിന്നെ ഇപ്പുറത്ത് കണ്ട ആ ചെറിയ ചാറ്റൽ, അത് സന്തോഷം, അത് കുറച്ചേ ഉള്ളൂ.
വിവാഹത്തിന്റെ അന്ന്, തലേന്ന്, പിറ്റേന്ന് കഴിഞ്ഞു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്തോഷ മുഹൂർത്തങ്ങൾ, വളരെ കുറച്ചല്ലേ ഉള്ളൂ. നിരന്തരമായ മനുഷ്യ ജീവിതം സങ്കടങ്ങളുടെ, വിഷമങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതം. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ ആ ജീവിതം മതിയാക്കി നമ്മളോട് നമ്മൾ വിട പറയാൻ പോകുന്ന നേരം നമ്മളോടൊക്കെ ചൊല്ലാൻ പറഞ്ഞൊരു ദിക്റുണ്ട്. ആ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ ആത്മാവ് നിങ്ങളുടെ ദേഹത്തോട് വിട പറയുന്നത് വളരെ എളുപ്പമാവും. മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ത്വൽഹ തങ്ങളുടെ അരികത്തുകൂടെ പോകുമ്പോ ഖിന്നനായി, ദുഃഖിതനായി ഇരിക്കുന്നു ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. ആരാണ് ഈ സ്വഹാബി എന്നറിയുമോ? അവരെയാണ് ഹബീബായ നബി തങ്ങൾ ത്വൽഹത്തും ഫിൽ ജന്ന, എന്റെ ത്വൽഹ സ്വർഗ്ഗത്തിലാണെന്ന് 10 പേരെ പേരെടുത്ത് നബി തങ്ങൾ പറഞ്ഞ അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽ ഉണ്ട് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു. സഅദിൻ സഈദിൻ സുബൈരിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട മഹാൻ ത്വൽഹ റളിയല്ലാഹു അൻഹു. ത്വൽഹ റളിയല്ലാഹു അൻഹു കരയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ത്വൽഹ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മുഴുവനായി കേൾക്കാൻ എന്നെ കൊണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ഇന്നി, തങ്ങൾ പറയാൻ, ഇന്നി ലാ അഅലമു കലിമതൻ ലാ യഖൂലുഹാ അഹദുൻ ഇൻദ മൗതിഹി ഇല്ലാ കാനത് നൂറൻ ലിസഹീഫതിഹി. ഇന്നി ലാ അഅലമു കലിമതൻ, ഒരു വാക്ക് എനിക്കറിയാം, ഒരു വചനം എനിക്കറിയാം. ലാ യഖൂലുഹാ അഹദുൻ ഇൻദ മൗതിഹി, മരണസമയത്ത് ആരെങ്കിലും അത് പറയുകയാണെങ്കിൽ ഇല്ലാ കാനത് ലഹു ഇല്ലാ കാനത് നൂറൻ ലിസഹീഫതിഹി. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ പടച്ച തമ്പുരാനെ കാണിക്കാൻ പോകുന്ന കർമ്മങ്ങളുടെ നമ്മുടെ രേഖയിൽ വെളിച്ചമായി മാറാൻ പോകുന്ന ഒരു വചനം മരണസമയത്ത് പറയേണ്ടതുണ്ട്. അത് പറഞ്ഞാൽ നമുക്ക് നാളെ വെളിച്ചമാണ്, നൂറാണ് എന്ന് പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ ഇന്ന ജസദഹു വ റൂഹഹു ലയജിദാനി ലഹാ റൗഹൻ ഇൻദൽ മൗതി റഹ്മതൻ വ ഫറജൻ വ തൻഫീസാ. മരിക്കുന്ന സമയത്ത് ശരീരത്തിനും റൂഹിനും ഒരുപോലെ ആത്മാവും ശരീരവും ലയജിദാനി ലഹാ റൗഹൻ ഇൻദൽ മൗതി, മരണനേരത്തത് അവർക്ക് ആശ്വാസമാണ്, സുഗന്ധമാണ്. റഹ്മതൻ, കരുണയാണ്. വഫറജൻ വതൻഫീസാ, പ്രയാസങ്ങളില്ലാതെ പോകുന്ന ആശ്വാസമാണ്. മരണനേരത്തെ ഈ വാക്ക് പറഞ്ഞാൽ അവർക്ക് മരണം എളുപ്പമാവും. അവരുടെ കർമ്മങ്ങളുടെ രേഖയിൽ അതൊരു വെളിച്ചമായി മാറും. മരിക്കുമ്പോൾ പറയേണ്ട ഒരു വചനമുണ്ട്, ഫലം മസ്അൽഹു ഹത്താ തുവഫിയ. ആ വാക്ക് എന്താണ് നബിയേ എന്ന് ഹബീബിൽ നിന്ന് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനിടയ്ക്ക് എന്തൊക്കെയോ വന്ന് നബി തങ്ങളുടെ ശ്രദ്ധ മറ്റൊരു വഴിയിലേക്ക് പോവുകയും പിന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തിട്ട് എനിക്കത് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹബീബായ തങ്ങൾ വഫാത്താകുന്നവരെ ഹബീബിൽ നിന്ന് ഞാനത് കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹു. നോക്കണം, അവരുടെ സങ്കടം സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ ഉറപ്പ് കൊടുത്ത സ്വഹാബിയാണിത്. ഉറപ്പാണ് സ്വർഗത്തിലാണെന്ന്, എന്നിട്ടും സങ്കടം. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അന അലമുഹാ, ത്വൽഹ നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾ വേദനിക്കരുത്, എനിക്കതറിയാം. ഹിയല്ലതി അറാദ അമ്മഹു അലൈഹാ, പ്രിയപ്പെട്ട മൂത്താപ്പയോട് നബി തങ്ങൾ പറയാൻ പറഞ്ഞ വാക്കാണത്. എന്റെ മൂത്താപ്പ എന്ന് വിളിച്ച് അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുമ്പോ ഖുറൈശി പ്രമാണിമാര് മുഴുവനും അബൂ ത്വാലിബിന്റെ ചുറ്റുവട്ടത്ത് നിന്ന് ഇസ്ലാം സ്വീകരിക്കരുത്, കലിമ ചൊല്ലരുത്, ഷഹാദത്ത് ചൊല്ലരുത്, ഏകദൈവ വിശ്വാസം പുൽകരുത് എന്ന് ചുറ്റും വട്ടം കൂടി നിന്ന് ആ മനുഷ്യനെ കലിമ ചൊല്ലാൻ സമ്മതിക്കാതെ വിഷമിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന് 40 കൊല്ലത്തിലേറെ കാലം സുരക്ഷിതത്വം കൊടുത്ത തന്റെ പ്രിയപ്പെട്ട വന്യവയോധികനായ മരണം പുൽകാൻ പോകുന്ന അബൂ ത്വാലിബിനോട് നബി തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, യാ അമ്മി യാ അമ്മി
ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉഹാജ്ജു ലക ബിഹാ ഇൻദ റബ്ബി. എന്റെ മുത്താപ്പ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമോ? ഒരു വചനം, കലിമതൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദ റബ്ബി, അതങ്ങ് പറയുകയാണെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ചെന്ന് അങ്ങേക്ക് വേണ്ടി സ്വർഗം വാങ്ങിച്ചു തരാൻ ഞാൻ എന്റെ റബ്ബിനോട് വാദിച്ച് തർക്കിച്ച് ജയിക്കും. ഉപ്പാ, നിങ്ങളൊന്ന് ചൊല്ലണേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തുൽഹാ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചാണ് പറഞ്ഞത്. ഖാല തുൽഹതു സദഖത, ശരിയാണ് ഉമറേ, ശരിയാണ്, അത് തന്നെയാവണം, അത് തന്നെയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം തീർത്തു കൊടുക്കുകയാണ്. ആ ഒരു വചനം മരണപ്പെടുമ്പോൾ ചൊല്ലുമ്പോൾ, ഇല്ലാ കാനത് നൂറൻ ലിസുഹീഫതിഹി, നമ്മുടെ ഏടുകൾക്കത് വെളിച്ചമാണ്. വ ഇന്ന ജസദഹു വറൂഹഹു ലയജിദാനി ലഹാ റൗഹൻ ഇൻദൽ മൗതി റഹ്മതൻ വഫറജൻ വതൻഫീസാ. ആത്മാവിന് ആശ്വാസമാണ്, ആത്മാവിന് റാഹത്താണ്, ശരീരത്തിന് ആശ്വാസമാണ്. എല്ലാം റാഹത്തായി ലോകത്തോട് വിട പറയാൻ കഴിയുന്ന ആ ഒരു വചനം എന്താണെന്ന് ആലോചിച്ചിരുന്ന ത്വൽഹ തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ത്വൽഹ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ വഖാതിമതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജ്ർനാ മിൻ ഖിസിയിദ് ദുനിയ വഅദാബിൽ ആഖിറ. പടച്ചവനെ, ആ വചനം ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ അവസാന വചനം നീ നന്നാക്കി തരണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മാക്കളുടെ ലോകത്തെക്കുറിച്ച് ഇനിയും വിശദീകരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊന്ന് എഴുന്നേറ്റൊന്ന് സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ, ഒന്നൊന്ന് ഉന്മേഷം കിട്ടാൻ അല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേൽക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ സംഘാടകർ, നമ്മുടെ വിഹായ വളണ്ടിയേഴ്സ് സജീവമായിട്ട് രംഗത്തുണ്ട്. നമുക്ക് റുഖിയ ചെയ്ത തേൻ ഇവിടെ വിതരണം ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. എണീറ്റ സ്ഥിതിക്ക് ആ പൈസയൊക്കെ ഒന്ന് എടുത്തോളേ. അല്ലെങ്കിൽ 500 നോട്ടൊക്കെ ഉണ്ടെങ്കിലേ ഒക്കെ എടുത്ത് പുറത്തന്നെ വെച്ചല്ലേ. ഇൻഷാ അല്ലാഹ് 200 300 100 എത്രയാണോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു നല്ല സ്വതക്ക, അത്രയും നമ്മൾ വേറെ ലേലം വിളിയൊന്നും ഇവിടെ ഇല്ല. ഇൻഷാ അല്ലാഹ്. അപ്പോൾ സംഘാടകർ കൊണ്ടുവരുന്നുണ്ട്. മാഷാ അല്ലാഹ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവറുകളുടെ പേരിലാണ് ഈ നഗരി. നമ്മുടെ ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ കണ്ട റബ്ബാനിയായ ഒരു ആലിം, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ആലിം നമ്മൾ കണ്ടത് മഹാനായ അത്തിപ്പറ്റ ഉസ്താദിലൂടെയാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആ മഹാനുഭാവൻ, വേറെയും ഒരുപാട് മഹത്തുക്കൾ, പക്ഷെ ആ മഹാനുഭാവന്റെ പേരിലാണ് നമ്മുടെ ഈ നഗരി. അള്ളാഹു ഈ നഗരി ആ നാമധേയം അനുഗ്രഹിക്കുന്ന പോലെ തന്നെ, അർഹിക്കുന്ന പോലെ തന്നെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും അവൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ ലദുന്നിയായ ഇൽമും അള്ളാഹുവിൻ്റെ തൗഫീഖും ലഭിക്കുന്ന ഒരു സദസ്സാക്കി ഈ സദസ്സിനെ റബ്ബ് മാറ്റിത്തരട്ടെ. നമ്മുടെ സംഘാടകർ വരുന്നുണ്ട്. എല്ലാവരും ആ തേൻകുപ്പി ആരും വിട്ടുപോവാതെ, എല്ലാവർക്കും വാങ്ങിക്കാനുണ്ടാവുമെന്നറിയില്ല, എന്നാലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. അള്ളാഹു തആല ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. لا ركعوا لقولوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونود اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.
നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കി തരട്ടെ. അള്ളാഹു ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്കും നമ്മുടെ മുറാദുകൾ അവൻ ഹസ്സുലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് 313 രൂപയെങ്കിലും ചിലറുണ്ടെങ്കിൽ 13-20 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ്. അപ്പോഴേ അങ്ങനൊരു സംഖ്യ നമ്മുടെ സംഘാടകർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ഇല്ലാത്തവരെന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒന്ന് എഴുതി കൊടുത്താൽ മതി. പിന്നീട് നാളെ ഇൻഷാ അല്ലാഹ് മുനീർ ഹുദവി വിളയിൽ അവരുടെ പ്രഭാഷണമാണ്. അപ്പോൾ നാളത്തേക്ക് വരുമ്പോൾ കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് നാളത്തെ പരിപാടി നമ്മൾ ഗംഭീരാക്കി വിജയിപ്പിക്കണം. ഇൻഷാ അല്ലാഹുൽ അസീസ്. ഇരിക്കും. ജസാക്കുമുല്ലാഹു ഖൈർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുനഫാഅ ലില്ലാഹി ഗൈറ മുശ്രികീന ബിഹി ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ആത്മാവുകൾ കയറിപ്പോകുന്നുണ്ട്. ചില ആത്മാവുകളെ താഴേക്ക് എറിയപ്പെടുന്നുമുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ആകാശലോകങ്ങളിലേക്ക് റൂഹുകൾ കയറിപ്പോകുമ്പോൾ ആകാശലോകങ്ങളിലെ മലക്കുകൾ പറയും, എന്തോ ഒരു സുഗന്ധമാണ് വരുന്നത്. ഭൂമിയിലെ ഒരു മനുഷ്യന്റെ ആത്മാവ് വരുന്നുണ്ടല്ലോ. നല്ല ആളുകളുടെ റൂഹ് ഇങ്ങനെ വരുമ്പോഴേ ഭയങ്കര സുഗന്ധമായിരിക്കുന്ന മലക്കുകൾ അതിനെ എതിരേറ്റുകൊണ്ടിരിക്കും. ആകാശത്തിന്റെ വാതിലുകൾ ഓരോന്ന് തുറന്നു കൊടുക്കുന്നു. രണ്ടാമത്തേത്, മൂന്നാമത്തേത്, അങ്ങനെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് എത്തുന്നവരെ മലക്കുകൾ എതിരേറ്റ് കൊണ്ടുപോകുന്ന റൂഹുകളുണ്ട് മുഅ്മിനീങ്ങളുടേത്. അല്ലാഹുവേ, ഞങ്ങളുടേത് അത്തരം റൂഹുകളാക്കി തരണേ തമ്പുരാനെ. ചില റൂഹുകൾ ഭൂമിയിൽ നിന്ന് വരുമ്പോഴേക്കും എന്തോ ഒരു ദുർഗന്ധമാണ്. മലക്കുകൾ അതിനെ താഴേക്ക് എറിയുന്നു. ആ പതിയുന്നത് ഭൂമിയുടെ 7 തട്ടുകൾക്കുള്ളിലേക്കാണ് പോകുന്നത്. 7 ലെയറുകൾക്കുള്ളിലേക്ക്. നമുക്കറിയോ, ഭൂമിന്റെ ഉള്ളിൽ ഏറ്റവും കടുത്ത തീയാണ്. ഭൂമിന്റെ ഉള്ളിൽ തീയാണല്ലോ. അതൊക്കെ നമുക്ക് ഇപ്പൊ സയൻസ് കൊണ്ട് മനസ്സിലായതാണ്. ഹദീസുകളിലൊക്കെ ഉള്ളത് അവിശ്വാസിയുടേത്, അക്രമം ചെയ്യുന്നവരുടേത്, ദുൽമ ചെയ്യുന്നവരുടേത്, പാപികളുടേത് ഭൂമിയുടെ ഉള്ളിലേക്കാണ് ആ റൂഹിനെ കൊണ്ടുപോകുന്നത്. സിജ്ജീൽ എന്നാ പറയാം. അത് ചൂടാണ്. ഭൂമിന്റെ കോർ തീയാണ്, ചുട്ടുപഴുത്തു വീരുന്ന തീയാണ്. അതാണോ ഉദ്ദേശിച്ചത്? അല്ലാഹു അലം. 12 കിലോമീറ്ററേ മനുഷ്യന് ഭൂമിയിലേക്ക് കുഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. 12-ൽ താഴെ കുഴിക്കാൻ പറ്റിയ മെഷീനില്ല. ടൈറ്റാനിയം വരെ കത്തി ഉരുകിപ്പോവാണ്. അത്രയും ചൂടാണ് ഭൂമിന്റെ ഉള്ളിൽ. 12 കിലോമീറ്ററിന്റെ താഴേക്ക് ഭൂമി കുഴിക്കാൻ പറ്റിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ചില ഭാഗങ്ങൾ കടുത്ത തീയാണ്. തുരക്കുന്ന മെഷീൻ മെൽറ്റായി പോവാണ്. പിന്നെ എങ്ങനെ തുരക്കും? അത്രയും കടുത്ത ടെമ്പറേച്ചർ. എന്തോ ഒരു നാറ്റമാണെന്ന് പറഞ്ഞ് ചില റൂഹുകളെ മലക്കുകൾ താഴേക്ക് എറിയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റൂഹുകൾ 7-ാം ആകാശത്തേക്ക് അപ്പുറത്തേക്ക് അല്ലാഹു കൊണ്ടുപോയി. ആത്മാക്കളെ അല്ലാഹു സ്വർഗലോകത്തേക്ക് പ്രവേശിപ്പിച്ചാൽ തന്നെയും ഭൂമിയിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ആ ശരീരത്തിലേക്ക് ആ റൂഹിന് കണക്ഷൻ അല്ലാഹു കൊടുക്കുന്നുണ്ട്. സിജ്ജീലിലേക്ക് ആഴ്ത്തപ്പെടുന്ന, എറിയപ്പെടുന്ന ആത്മാവാണെങ്കിൽ തന്നെയും ദുഷ്ടനായ മനുഷ്യന്റെ റൂഹ്, ആ റൂഹ് ആ ശരീരവുമായി ബന്ധിക്കുന്നുണ്ട്. ഖബറിന്റെ ശിക്ഷ അവിടെ അനുഭവിക്കുന്നുണ്ട്. മറവ് ചെയ്യപ്പെടാത്ത ശരീരമാണെങ്കിൽ പോലും ആകാശലോകത്ത് ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ക്രാഷ് സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക. എത്രയോ സംഭവിക്കാറുണ്ടല്ലോ. ലാൻഡ് ചെയ്യുന്ന സമയത്തോ അല്ലാത്തപ്പോഴോ ഫ്ലൈറ്റ് ക്രാഷ് സംഭവിച്ച് തീ പിടിച്ചിട്ട് കത്തിക്കരിഞ്ഞ് പൊടിപൊടിയായി, കരിയായി, ധൂളിയായി ആകാശലോകത്ത് പാറിക്കളിച്ചാൽ പോലും ആ പൊടികൾക്ക് പോലും ഖബറിന്റെ അദാബ് അല്ലാഹു നൽകുന്നുണ്ട്. ചീത്ത മനുഷ്യനായിരുന്നെങ്കിൽ, നല്ല മനുഷ്യനാണെങ്കിൽ അവർക്ക് അല്ലാഹു നഈമുകൾ കൊടുക്കുന്നുണ്ട്.
ശരീരം അവിടെ പ്രശ്നമല്ല, റൂഹ് എപ്പോഴും ബാക്കിയുണ്ട്. പൊടിപൊടിയായി കിടക്കുന്ന മനുഷ്യന്റെ ധൂളിയെ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹുവിന് കഴിയും. എത്ര വലിയ അത്ഭുതമാണ്! ഫറോവ ചക്രവർത്തി മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ഫിർഔനിന്റെ പേര് റംസീസ് രണ്ടാമൻ എന്നാണ്. ഈജിപ്തിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും. റംസീസ് രണ്ടാമൻ തന്റെ കൂടെ 10, 17, 18 ഡെഡ് ബോഡികളുടെ കൂടെ മമ്മിയാക്കി വെക്കപ്പെട്ട ഫറോവയുടെ ശരീരം ഇന്ന് കാണാൻ കഴിയും. ഈജിപ്ത് ചെന്നാൽ കാണാൻ പറ്റും. സോലിഹ കണ്ടതാണ് കഴിഞ്ഞ 2 മാസം മുമ്പ്. 2 മാസമായോ? 1 മാസം അല്ലേ? 1 മാസം മുമ്പ് ഞങ്ങൾ പോയി കണ്ടു. ഫറോവയുടെ ശരീരമുണ്ട് അവിടെ, റംസീസ് രണ്ടാമന്റേത്. പോയാൽ വേറെ ഉണ്ടാവും. നമുക്ക് പോവേണ്ട യാത്രയാണ്. ഈമാൻ വർദ്ധിക്കും. ഖുർആനിൽ പറഞ്ഞ ചരിത്രങ്ങളാണത്. ഫറോവയുടെ ശരീരം അവിടെ ഗ്ലാസിന്റെ ഉള്ളിൽ റോയൽ മമ്മി ഹാള്. 50 ഈജിപ്ഷ്യൻ പൗണ്ട് ടിക്കറ്റ് വേറെ എടുക്കണം അതിൻ്റെ ഉള്ളിൽ കയറണം. ഈജിപ്ത് നാഷണൽ മ്യൂസിയത്തിലാണത്, കെയ്റോ നാഷണൽ മ്യൂസിയത്തിൽ. അതിൻ്റെ ഉള്ളിൽ മമ്മികളെ, ഡെഡ് ബോഡികൾ 10-20ഓളം മമ്മികളുണ്ട്. ചിലതൊക്കെ കൊണ്ടുപോയി പരിശോധിക്കാൻ കൊണ്ടുവരും. അങ്ങനെ സാധാരണ 17-18 ഡെഡ് ബോഡികളാണ് ആ റോയൽ മമ്മി ഹാൾ. ഒക്കെ രാജാക്കന്മാരാ. അതിൽ ഫറോവയുണ്ട്, റംസീസ് രണ്ടാമൻ, മൂസാ നബി അലൈഹിസ്സലാമിനോട് ദുൽമ ചെയ്തവൻ അവിടെ കിടക്കുന്നുണ്ട്. ശീതീകരിച്ച റൂം എന്ന് പറഞ്ഞൂടെ, എയർ കണ്ടീഷൻ അവിടെ ഇല്ലല്ലേ? ശീതീകരിച്ചല്ല, പഴയ ബിൽഡിംഗ് ആണത്. എന്നാലും ശാന്തമായൊരു റൂമിൽ കിടത്തിയിരിക്കുകയാണ്. അവിടെ ഖബറിന്റെ അദാബ് നടക്കുന്നുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യാ വയൗമ തഖൂമുസ് സാഅതു അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. അന്നാറു യുഅറദൂന അലൈഹാ, ഫറോവക്കും ഫറോവയുടെ ശിങ്കിടികൾക്കും അള്ളാഹു രാവിലെയും വൈകുന്നേരവും നരകം കാണിച്ചു കൊടുക്കുന്നുണ്ട്, നരകശിക്ഷ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കിയാ കാണോ? ഇല്ല, ചില്ലിന്റെ ഉള്ളിൽ കിടക്കാം. മൂപ്പരുടെ തലയിലെ മുടി പോലും ഇപ്പോഴും അങ്ങനെ ബാക്കിയുണ്ട്. സുബ്ഹാനല്ലാഹ്. കണ്ടാലൊന്നുമില്ല. ഖബർ തുറന്നാ ചിലപ്പോ ഒന്നും കണ്ടില്ല എന്ന് വരും. അവിടെ നടക്കുന്നത് ഭൂമിയിൽ നടക്കുന്നതിനോട് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അത് ആലമുൽ ബർസഖാണ്. അത് വഹയിന്റെ വെളിച്ചത്തിലാണ് നിബിതങ്ങൾ പറഞ്ഞു തരാം. നോക്കിയാൽ കാണാൻ പറ്റില്ല. അതിന് ഇമാം ഖസാലി തങ്ങൾ ഒരു ഉദാഹരണം കേട്ടോ. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെങ്ങനെ നോക്കി പുറത്തുനിന്ന് ഉറങ്ങാതെ നിൽക്കുന്നവൻ കാണുമ്പോൾ ഉറങ്ങുന്ന ഒരാൾ അങ്ങനെ കിടക്കുന്നു. ആ മനുഷ്യന് വല്ല കാട്ടിലും പെട്ടിട്ട് ഒരാനിന്റെ മുമ്പിൽ പെട്ടിട്ട് ഓടുകയായിരിക്കും. അയാൾ നിലവിളിച്ച് കരയുന്നുണ്ടാവും. സ്വപ്നം കണ്ടിട്ടേ നോക്കിക്കണോ, കാണുന്നുണ്ടോ? നോക്കി നിൽക്കണോന്ന് എന്തറിയാം? ആളങ്ങനെ കൂളായി കിടക്കണമെന്ന് പറയും. അയാള് പേടിച്ചോടി വണ്ടി പോയതും വണ്ടി കിട്ടാത്തതും വണ്ടി സ്റ്റാർട്ടാവാത്തതും കണ്ടിട്ട് ബേജാറായിട്ട് ഇടങ്ങാറായിട്ട് വിയർത്ത് കുളിച്ചിരിക്കുക കാരണം. പക്ഷെ കാണുന്നവരെന്ത് വിചാരിക്കും? ഒന്നുമില്ല, ഒരു കൂളായിട്ട് ഉറങ്ങുന്നു. ഗസാലി ഇമാം ഇതൊരു ഉദാഹരണം പറഞ്ഞതാ. ഇതൊരു ഉദാഹരണമാണ്. എന്നാ സ്വപ്നം പോലെയാണോ ഖബറിന്റെ അദാബ്? അല്ല, അത് ശരിക്കുള്ള ഹഖീഖിയായ അദാബാണ്, ശരിയായ ശിക്ഷയാണ്. ഖുർആനും ഹദീസും അതിന് തെളിവാണ്. ഖുർആൻ പറഞ്ഞത് ഫറോവയുടെ വിഷയത്തിൽ തന്നെ പറഞ്ഞു. ഫറോവക്ക് നാം നരകം കാണിക്കുന്നുണ്ട്, പരലോകത്ത് വലിയ ശിക്ഷയും കൊടുക്കാൻ പോകുന്നുണ്ട്. ആ ശിക്ഷ ഫറോവയുടെ ഡെഡ് ബോഡിയുമായി ആത്മാവിനെ ബന്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹു നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കാഴ്ചയിൽ അവിടെ ഒന്നും കാണാനില്ല. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് അങ്ങനെ കണ്ടുപോകുന്നു. ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നാണ്, എന്നാലും ആൾക്കാർ വല്ല മൊബൈലൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കും. അവിടെ അങ്ങനെ കണ്ടുപോകുന്നു, കയറിറങ്ങി പോകുന്നു. ഫറോവ അങ്ങനെ കിടക്കുകയാണ്. വേറെ ഇപ്പുറത്ത് കുറെ ജൂനിയർ ഫറോവമാരും സീനിയർ ഫറോവമാരൊക്കെ വേറെയുണ്ട്, പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അവിടെ അദാബ് നടക്കുന്നുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അന്നാറു യുഅറദൂന അലൈഹാ, അവർക്ക് നരകം കാണിക്കപ്പെടുന്നുണ്ട്. ഗുദുവൻ വഅശിയ്യാ, രാവിലെയും വൈകുന്നേരവും എന്ന് പറഞ്ഞാൽ ഡെയിലി തന്നെ പരിപാടി. ഗുദുവ അശി എന്ന് പറഞ്ഞാൽ പകൽ മുഴുവൻ എന്നാണ് ഉദ്ദേശം, രാത്രിയും പകലും. വയൗമ തഖൂമുസ് സാഅ, അന്ത്യനാൾ സംഭവിച്ചാൽ അല്ലാഹു പറയും അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, അതികഠോരമായ ശിക്ഷയിലേക്ക് ഫറോവയെയും കുടുംബത്തെയും ഇട്ടേക്കണമെന്ന് അല്ലാഹു മലക്കുകളോട് പറയും. അതിന്റെ മുമ്പ് ഇവിടെ തന്നെ തീയിന്റെ ശിക്ഷ നടക്കുന്നുണ്ട്.
കാഴ്ചയിലൊന്നും കാണാൻ പറ്റൂല എന്നാണ്. അവിടെ അദാബ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങള് നടന്നു പോകുമ്പോൾ പറഞ്ഞല്ലോ, 2 ഖബറുകളിലേക്ക് നോക്കിയിട്ട് അവര് ശിക്ഷിക്കപ്പെടുന്നുണ്ട്. വഇന്നഹുമാ ലയുഅദ്ദബാൻ വമാ യുഅദ്ദബാനി ഫീ കബീർ. 2 ഖബറിലേക്ക് നോക്കിയിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്. ആ